നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ പറ്റുന്നിടത്തോളം ആളുകൾ വീഡിയോയിൽ വരുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ നോക്കി സംസാരിക്കാൻ കഴിയും. അതൊരു വലിയ സന്തോഷമായിരിക്കും. നിർബന്ധിക്കുന്നില്ല, കാരണം എപ്പോഴും വചനം സംസാരിക്കുമ്പം എല്ലാവരുടെയും മുഖം കാണുന്നത് ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ ആരോടാണ് സംസാരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ഒന്നും കൂടെ പറയണോ എന്നൊക്കെ ഒരു വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പറ്റുന്നിടത്തോളം എല്ലാവരും അങ്ങനെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. ബട്ട് ചിലർക്ക് ഒബ്വിയസ്ലി അത് കഴിയത്തില്ല, നിർബന്ധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ സാധാരണ ആമുഖം ഒന്നും പറയാറില്ല. വചനത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ് എൻ്റെ പതിവ്. എന്തായാലും സഭയുടെ ഉദ്യമത്തിനായിട്ടും എന്നെ പിടിച്ചതിനായിട്ടെല്ലാം ഞാൻ കർത്താവിനോട് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ അവന്റെ വചനത്താൽ പരിപാലിക്കുമാറാകട്ടെ. കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. എന്നാൽ സഭയാണ് നിത്യമായ വാല്യൂ ഉള്ളത്. കുടുംബം മരണം വരെ ഉള്ളൂ, എന്നാൽ സഭ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ടൈമിനപ്പുറത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ആ സഭയ്ക്ക് വളരെയധികം അധികാരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, അവകാശങ്ങളുണ്ട്. അപ്പൊ ഒരു സഭയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു സഭയിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അന്ത്യകാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന അനുസരണത്തിലേക്ക് വിശ്വാസികളെ നടത്താനുള്ള വിളി ഉൾക്കൊള്ളുവാനും എല്ലാം ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ. അവർക്ക് എല്ലാവർക്കും പറയാൻ ഒരു വീണ്ടെടുപ്പിന്റെ കഥയുണ്ടാവും. പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിന്റെ കൃപയെക്കുറിച്ച് പറയാനുണ്ടാവും, നിത്യമായ ആ പ്രത്യാശയെക്കുറിച്ച് പറയാനുണ്ടാവും. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളത്, യഹൂദനെന്നോ യവനെന്നോ ഇല്ലാതെ, സ്ത്രീയെന്നോ പുരുഷനോ എന്നില്ലാതെ, ദാസനെന്നോ യജമാനെന്നോ ഇല്ലാതെ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ലാതെ, ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്ന ആളുകൾ ഒന്നിച്ചു ചേരുന്ന ക്രിസ്തു നായകനായിരിക്കുന്ന ഒരു അദൃശ്യ സഭ, കർത്താവ് നിത്യതയിൽ കണ്ട് പരിപാലിക്കുന്ന ഒരു അദൃശ്യ സഭയുണ്ട് എന്ന് നമുക്കറിയാം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ആ അദൃശ്യ സഭയാണ്. ആ അദൃശ്യ സഭ പോലെ തന്നെ അതിൻ്റെ ഒരു ഇംപെർഫെക്റ്റ് റെപ്ലിക്ക. അദൃശ്യ സഭ പെർഫെക്റ്റ് ആണ്. അവിടെ നീതിമാന്മാരും വിശുദ്ധന്മാരുമായി വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം മാത്രമേ ഉള്ളൂ. എന്നാൽ ഓരോ ലൊക്കാലിറ്റിയിലും കർത്താവ് പണിയുന്ന സഭകൾ ഇംപെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് അല്ല. അവിടെ എല്ലാ തരവും മീനിനെയും പിടിക്കുന്ന വല പോലെയാണ്. പക്ഷെ അത് ഈ അദൃശ്യ സഭയുടെ ഒരു മോഡലാണ്. അപ്പൊ കർത്താവിന് ഈ അദൃശ്യ സഭ പോലെ തന്നെ ലോക്കൽ സഭയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ആളുകൾക്ക് സംഭവിക്കുന്ന ലോക്കൽ സഭയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സൂം എന്ന് പറയുന്ന ഈ പ്രതിഭാസം വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. യൂട്യൂബ് എന്ന് പറയുന്ന സങ്കേതങ്ങൾ ഒരു ഫിസിക്കൽ ചർച്ച് തന്നെ വേണ്ട എന്ന് പലരെ കൊണ്ടും ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ഓരോ ലോക്കൽ സഭയും, ഓരോ സ്ഥലത്തുള്ള പ്രാദേശിക സഭകളോട് ദൈവത്തിനുള്ള കരുണ, കരുതൽ, പ്രാധാന്യം നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. എഫെസോസിലെ സഭയോ സ്മുർണയിലെ സഭയായാലും എവിടുത്തെ സഭയായാലും ദൈവത്തിന്റെ ദൃഷ്ടി
ആ സഭകളുടെ എല്ലാം മേലും എപ്പോഴും ഉണ്ട്. ഓരോ ലോക്കൽ സഭയും കർത്താവിന്റെ കണ്ണിന്റെ കീഴിലാണ് വസിക്കുന്നത്. അവന്റെ നോട്ടത്താലാണ് പരിപാലിക്കപ്പെടുന്നത്. ഇംപെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും അടുത്തിരിക്കുന്ന ആള് വിശുദ്ധനല്ല എന്ന് തോന്നുമായിരിക്കാം. പക്ഷെ ദൈവം ഉയർത്തി നോക്കുമ്പം ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്ന സത്യോപദേശം പഠിപ്പിക്കുന്ന എല്ലാ സഭകളെ കുറിച്ചും കർത്താവിന്റെ പദ്ധതികൾ ഈ വേദപുസ്തകത്തിലൂടെ അവൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ലോക്കൽ സഭയുടെ പ്രാധാന്യം പതുക്കെ ഇല്ലാതാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസികളുടെ പങ്ക് നമ്മുടെ സഭകളിൽ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. കൃപാവരങ്ങൾ വളരെയധികം ഇല്ലാതായി പോകുന്നതും കൊണ്ടും കൂടെയാണ് അത്. വിശ്വാസികളുടെ പങ്കും ആത്മാവിന്റെ വരങ്ങളും നമ്മുടെ സഭകളിൽ വല്ലാതെ കുറഞ്ഞു പോയതും സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം. ആളുകൾ ചിന്തിക്കുകയാണ്, എന്തായാലും അവിടം വരെ പോയാൽ ഒരു കൊയർ പാട്ട് പാടും, ഒരു പാസ്റ്റർ പ്രസംഗിക്കും, ഒന്നോ രണ്ടോ പ്രഗത്ഭരായ സഹോദരങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ, യൂട്യൂബിന് മുമ്പിൽ ഇരുന്ന് കേട്ടാൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പം വളരെയധികം ഉണ്ട്. കാരണം അവർക്ക് ഞായറാഴ്ച ചർച്ച ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണ്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അവയവത്തിന് അറിയില്ല. അപ്പൊ അവരുടെ ആകെ വർക്ക് ചെയ്യുന്ന ഈ കൈ മാത്രം വർക്ക് ചെയ്യുന്നു, കേൾക്കുന്നു പോരുന്നു, കൈ മാത്രം വർക്ക് ചെയ്യുന്നു, കേൾക്കുന്നു പോരുന്നു. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ പതുക്കെ ആളുകൾ ചിന്തിക്കുക, എന്തിനാണ് വണ്ടിക്കൂലി മുടക്കി ഒരേ പാസ്റ്ററുടെ പ്രസംഗം എപ്പോഴും കേൾക്കുന്നത്? അതിനു പകരം യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള പാസ്റ്റർമാർ, അതാണ് നമുക്ക് കർണത്തിന് ഇമ്പമാകുന്ന, നമുക്ക് കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കഥകൾ പറയുന്ന, രസിപ്പിക്കുന്ന പാസ്റ്റർമാര്, നല്ല സംഗതിയോടുകൂടി പാട്ട് പാടുന്ന പ്രഗത്ഭരായ പാട്ടുകാരും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് വണ്ടി കയറി വണ്ടിക്കൂലിയും കൊടുത്ത് ദശാംശം കൊടുത്ത് ചർച്ചിൽ പോയി ഒരേ ആളുടെ പ്രസംഗം തന്നെ വീണ്ടും കേട്ട്, ഒരേ ആളുകൾ പാടുന്ന തന്നെ പിന്നെയും കേട്ട്. അപ്പൊ ഈ ക്യാപിറ്റലിസ്റ്റ് കാലഘട്ടത്തിലെല്ലാം ഈ പെർഫോമൻസ് ആയതുകൊണ്ട്, പ്രസംഗം ഒരു പെർഫോമൻസ്, പാടുന്ന ഒരു പെർഫോമൻസ്. പാടുമ്പം കർത്താവ് മഹത്വപ്പെട്ടോന്നല്ല, ഞാൻ പാടിയപ്പോ എന്റെ ഗിറ്റാർ പിടിച്ചതും ശരിയായോ, എന്റെ കീബോർഡിന്റെ കീകളെല്ലാം ശരിക്കും വർക്ക് ചെയ്തോ, കൈകളെല്ലാം ശരിക്കും എത്തിയോ, എവിടെയെങ്കിലും താളപ്പശ കൊണ്ടായോ, അവൻ പാടിയപ്പോ ശ്രുതി തെറ്റിയോ, ഇതാണ് ശ്രദ്ധ. അപ്പൊ ഇതെല്ലാം ഒരു പെർഫോമൻസിലോട്ടാണ്. അവര് പാടിയത് ശരിയായില്ല, അതങ്ങ് ശരിയായില്ല ബ്രദർ, ഈ പ്രാവശ്യത്തെ പാട്ടങ്ങ് സുഖമായില്ല. ആർക്ക് സുഖമായില്ല? നമുക്ക് വേണ്ടിയാണോ പാടിയത്? പ്രസംഗം ഒരു രസമില്ലായിരുന്നു, രസിക്കാൻ വേണ്ടിയാണോ പ്രസംഗത്തിനോട്? അപ്പൊ ഇതൊരു ഭയങ്കര പ്രഷർ ഫീൽഡ്, പെർഫോമൻസ് ഓറിയന്റഡ് ഫീൽഡായിട്ട് മാറി. നമ്മള് ഈ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി പോകാതിരിക്കാൻ വേണ്ടി ആളുകൾ ഓടി നടക്കുന്ന പോലെയാണ് ഇപ്പൊ ഇതിനകത്ത് ശുശ്രൂഷ കിട്ടാനും ടൈം ലൈറ്റിൽ നിൽക്കാനുമുള്ള മനുഷ്യന്റെ അഭ്യാസങ്ങൾ. ഒരു സഹോദരങ്ങൾ, ഇതെല്ലാം ജഡത്തിന്റെ പണികളാണ്. ഇങ്ങനെയല്ല കർത്താവ് സഭയെ പണിയുന്നത്. എങ്ങനെയാണ് കർത്താവ് സഭയെ പണിതത്? നമ്മുടെ കേരളത്തിലും ലോകത്തിലെല്ലായിടത്തും ഒരു ഉണർവിന്റെ കാലഘട്ടം ഉണ്ടാകുമ്പോൾ കർത്താവ് എങ്ങനെയാണ് ഈ സഭകളെ പണിയുന്നതെന്ന് നമുക്ക് കാണാമായിരുന്നു. ഇന്ന് പക്ഷെ കഴിവുള്ളവരുടെ, പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു കൃപാവരമുള്ള ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ സഭ രക്ഷപ്പെട്ടു, ആൾക്കാർ കൂടി വരും. സോ ദിസ് ഗോസ് ഓൺ. അപ്പൊ കർത്താവ് എങ്ങനെയാണ് സഭയെ പണിയുന്നത്? നമ്മുടെ സഭകൾക്ക് ഇന്ന് സംഭവിച്ച പ്രോബ്ലം എന്താണ്? എന്തിനാണ് നമുക്കൊരു സഭ? എന്താണ് ഈ സഭയുടെ അടയാളം? ഹൗ ഡു വി നോ ദാറ്റ് എ ചർച്ച് ബിലോങ്സ് ടു ദ ലോർഡ്? ഇത് കർത്താവിന്റെ സഭയാണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ കടക്കാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തേക്കില്ല. ഓരോ സഭയും കർത്താവ് പണിയുന്നതാണ്, ആഗോള സഭയും കർത്താവ് പണിയുന്നതാണ്. കർത്താവ് അത് മാത്രമേ പണിയുന്നുള്ളൂ. കർത്താവ് സഭയല്ലാതെ വേറെ ഒരു സംഘടനയും പണിയുന്നില്ല. കർത്താവ് ഒരു ലോക്കൽ സഭയല്ലാതെ ഒരു സംഘടനയോ ഒരു മിഷൻ പ്രസ്ഥാനത്തെയോ ഒരു ബൈബിൾ കോളേജിനെ ഒന്നും കർത്താവ് പണിയുന്നില്ല. കർത്താവ് സഭയെ മാത്രം പണിയുമെന്നാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. സഭ മിഷണറിമാരെ അയക്കാതിരുന്നപ്പം
മിഷൻ സംഘടന ഉണ്ടാകേണ്ടി വന്നു. സഭ വചനം പഠിപ്പിക്കാതായപ്പോൾ ബൈബിൾ കോളേജുകൾ തുറക്കേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം സഭ ചെയ്യേണ്ട പണിയായിരുന്നു. സഭ ചെയ്യുകയായിരുന്നെങ്കിൽ ഇതിങ്ങനെ വഷളായി പോകില്ലായിരുന്നു. സഭയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. സഭ അത് ചെയ്യാതായപ്പോൾ ഇതിന്റെ എല്ലാം താളം തെറ്റിപ്പോയി. നമുക്ക് ഈ ചർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തിനാണ് ഒരു സഭ, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് ഉള്ള ഉപദേശമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് സഭയുടെ ആരംഭമാകുന്നത്. അത് ആത്മാവ് ഉയരത്തിൽ നിന്ന് വന്ന് നമ്മെ കർത്താവിനോട് ചേർത്ത് അവയവങ്ങളാക്കി ഒട്ടിച്ചു ചേർത്ത് ഒരു ശരീരമാക്കി മാറ്റി. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്ത് സഭ ഉണ്ടാകുന്നത്. ഈ സഭ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സഭ ഫോം ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം, ഒരു രൂപരേഖ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളില് 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 7 ഉപദേശങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന, പക്ഷെ അത് 8 ഞാൻ പറയാം. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ പ്രാപണം. 40-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. ദാറ്റ് മീൻസ് വേർപെടുവിൻ. ഈ വക്രതയുള്ള തലമുറയുടെ കൂടെ നിങ്ങൾ കൂടരുത്. ബി സെപ്പറേറ്റഡ് ഫ്രം ദം. 4-ാമത്. 5-ാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. 8 കാര്യങ്ങളാണ്. ഈ ആദ്യത്തെ 4 കാര്യങ്ങളാണ് സഭ പണിയപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളാലാണ്. 1, മാനസാന്തരം, സ്നാനം, ആത്മാവിനെ പ്രാപിക്കുക, അതുപോലെ തന്നെ വേർപെടുക. അങ്ങനെയാണ് സഭകൾ ഉണ്ടാകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ നോക്കുമ്പോൾ സഭകൾ പണിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 4 കാര്യങ്ങളിലാണ്. അവിടെ കാണുന്ന ആളുകൾ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു, അവർ സെപ്പറേറ്റ് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് മാറുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇത് മാറിയ ശേഷം എന്ത് ചെയ്യണം? അപ്പൊ സഭ തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നടന്നു അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നത്? സഭയിലേക്ക് ചേരുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നടന്നു. അവർ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി, അവർ ആത്മാവുള്ളവരായി, അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. തിരിച്ചൊക്കെ മറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 4 പ്രോസസ്സുകൾ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ അങ്ങനെയാണ്. കൂടി വന്ന ശേഷം നടന്ന 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഫോർമേഷൻ ഓഫ് ദ ചർച്ച് കഴിഞ്ഞാൽ അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ചർച്ച്, അതായത് സഭയുടെ സ്ഥാപനമാണ്, ഉറപ്പിക്കൽ. ആദ്യത്തെ ഭാഗത്ത് സഭയുടെ രൂപീകരണം, രണ്ടാമത്തെ ഭാഗത്ത് സഭയുടെ ഉറപ്പിക്കൽ. അപ്പൊ ആദ്യത്തെ 4 കാര്യങ്ങൾ സഭയുടെ രൂപീകരണമാണെങ്കിൽ അതും നടക്കുന്നുണ്ട് ഒരു വിധമൊക്കെ. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തുള്ള ഉറപ്പിക്കലാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. എങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ 5-ാമത്തെ കാര്യത്തിലാണ് സഭ ഇടറിപ്പോയത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞു. അവിടെ എന്താണ് ഈ പ്രശ്നം ഉണ്ടായെന്നറിയോ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്ന, ഞാൻ അന്ന് ഒത്തിരി ആളുകളോട് സുവിശേഷം പറയാൻ വേണ്ടി പോയിരുന്നു, യാക്കോബക്കാരോടൊക്കെ പറയാൻ പോയിരുന്നു. ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അവരോട് സുവിശേഷം പറയാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പൊ അവരോട് പറയുന്നത് നിങ്ങളുടെ 7 കൂദാശകളല്ല, ഞങ്ങളുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പൊ എന്താണ് ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ പറയും, മാനസാന്തരം, സ്നാനം, ആത്മപ്രാപണം, വേർപാടിന്റെ കാര്യം ഒന്നും പറയാറില്ല. 3, പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. 4, 3, 7. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, അത് നമ്മൾ ചർച്ച വരുമ്പോൾ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന കേട്ട്, നമ്മുടെ ശുശ്രൂഷകർ പ്രസംഗിക്കുന്ന കേട്ട് നമ്മൾ പഠിച്ചു വളരാം. അടുത്ത ചോദ്യം, ശുശ്രൂഷകർ എന്താ പ്രസംഗിക്കുന്നത്? ശുശ്രൂഷകർ പ്രസംഗിക്കുന്നത് പലതും പ്രസംഗിക്കാറുണ്ട്. ഉൽപ്പത്തിയിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്, സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏതാണ്? സഭയുടെ അടിസ്ഥാനം. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു.
ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ആദ്യത്തെ 4 കാര്യങ്ങളാണെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള അപ്പോസ്തോലിക എഴുത്തുകളാണ്. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഏത് സഭയുടെയും അടിസ്ഥാനം ഈ അപ്പോസ്തോലിക ഉപദേശമാണ്. ഏത് സഭയും അടിസ്ഥാനമിട്ട് പണിയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്മേലാണ്. അപ്പോൾ ആ ഒരു ഉപദേശ രൂപം അത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതും പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ലോകത്ത് വേറെ ഒരിടത്തും ഉപദേശിക്കാൻ പറ്റാത്തതുമായ വിശിഷ്ടമായ ഉപദേശങ്ങളുടെ ചുരുക്കമാണ് അപ്പോസ്തലിക ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്? സഭ രൂപീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ, അത് അടിസ്ഥാനമായിട്ട് പണിയപ്പെടുക കൂടി വേണം. അപ്പൊ അടിസ്ഥാനമില്ലാതെ പണിതാൽ എന്ത് സംഭവിക്കും? അതിന് സ്ട്രക്ചറിന് ബലം ഉണ്ടാവില്ല. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോഴേക്കും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ അറിയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. പിള്ളേർക്ക് ആകെ അറിയാവുന്ന PYPയുടെ മീറ്റിംഗ് നടക്കും, സൺഡേ സ്കൂളിൽ മീറ്റിംഗ് നടക്കും, അവിടെ പാട്ട് പാടണം, ടാലന്റ് മത്സരം ഉണ്ട്, അതിൽ പെർഫോം ചെയ്യണം. അല്ലെങ്കിൽ പള്ളിയിൽ പോയി അടങ്ങി ഒതുങ്ങിയിരിക്കണം, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിച്ചോ? എങ്ങനെയാണ് പാപത്തിന്മേൽ ജയമെടുക്കുന്നത്? എങ്ങനെയാണ് വിശുദ്ധരായി ജീവിക്കുന്നത്? എന്താണ് വിശുദ്ധി? എങ്ങനെയാണ് നമ്മൾ തേജസ്സിനെ പ്രാപിക്കുന്നത്? എന്താ ചെയ്യേണ്ടത്? പിള്ളേർക്ക് അറിയില്ല. കാരണം എന്താ? ഈ ഫൗണ്ടേഷൻ നമുക്ക് മിസ്സായി. അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് നമ്മൾ പിള്ളേരെ വളർത്തിയത്. മുസ്ലിങ്ങളോട് സംസാരിച്ച അവർക്ക് ഫൗണ്ടേഷൻ ഭയങ്കരമാണ്. യഹോവ സാക്ഷിയോട് സംസാരിച്ച ഭയങ്കര ഫൗണ്ടേഷൻ. അവർക്ക് എല്ലാം അറിയാം, പിള്ളേര് മതി. ഏത് ദുരുപദേശക്കാരെ നോക്കിയാലും അവരുടെ എല്ലാ ഫൗണ്ടേഷൻ ഭയങ്കര, അവരത് സൂക്ഷ്മമായിട്ട് ഇട്ടിരിക്കും എന്താണ് ഉപദേശിക്കേണ്ടത്. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് ആ ഒരു ഒറ്റ കാര്യത്തിൽ ഈ അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കാൻ ഉള്ള ശ്രമം, എഫേർട്ട് ഉണ്ടായില്ല. കാരണം നമ്മളൊരു പ്രസംഗിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ചോദ്യങ്ങളില്ല. പുതിയ നിയമത്തിൽ പ്രസംഗിച്ചാൽ മുഴുവൻ ചോദ്യമാണ്. പുതിയ നിയമത്തിൽ ഒരാൾ പറയുകയാണ് ഞാൻ നാളെ തൊട്ട് ഗിരിപ്രഭാഷണം പ്രസംഗിക്കാൻ പോകുന്ന ഒരു പാസ്റ്റർ തീരുമാനിക്കുകയാണ്. ഗിരിപ്രഭാഷണം പ്രസംഗിക്കാൻ വേണ്ടി പാസ്റ്റർ സ്റ്റേജിലോട്ട് വന്നിട്ട് പാസ്റ്റർ പറയണം, നിങ്ങളിൽ ഒരുവൻ നിന്റെ പുതപ്പെടുക്കാൻ ആഗ്രഹിച്ചാൽ നിന്റെ ഉടുപ്പും കൂടെ കൊടുക്കും. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പെടുക്കുന്നതിന് പുതപ്പും കൂടെ കൊടുക്കുവിൻ. അടുത്തത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. പാസ്റ്റർ പ്രസംഗിക്കുന്ന, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ വീട്ടിലൊരു കല്യാണം നടന്നാൽ നിന്റെ ബന്ധുക്കാരെയും സ്വന്തക്കാരെയും വിളിക്കാതെ വഴിയിരിക്കുന്ന കുഷ്ഠരോഗികളെയും കുരുടരെയും മുടന്തരെയും വിളിക്കുക. പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? ഉടനെ വിശ്വാസികൾ ചോദിക്കും, പാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിലും ഭേദം നമ്മൾ ദാനിയേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചാൽ നമ്മളുടെ ഈ ചോദ്യങ്ങളൊന്നും ഇല്ലാതാനും നമുക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീതി എങ്ങനെയാണ് വിശ്വാസികളിൽ വരുന്നതെന്നുള്ള ആ അപ്പോസ്തലന്മാർ തന്ന ആ ഒരു ടീച്ചിങ് ഡോക്ട്രിൻ നമുക്ക് കിട്ടിയില്ല. അത് കിട്ടുമായിരുന്ന മനസ്സിലായി ഈ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഒരു സഭയിലൂടെ ഒരു മനുഷ്യൻ വിശ്വാസത്തിന്റെ അനുസരണത്തിൽ എത്തുന്നത്? റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയ നിയമം, അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞാൻ സാധാരണ ഈ ലേഖനങ്ങളിൽ നിന്നാണ് കൂടുതലും പ്രസംഗിക്കുന്നത്. പക്ഷെ കേട്ടിട്ടുള്ളവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ ലേഖനങ്ങളിൽ നിന്നാണ് സംസാരിക്കും. അതിനർത്ഥം വേറൊരു പുസ്തകത്തിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നല്ല. എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ലേഖനങ്ങൾ പഠിച്ച ശേഷം നമ്മൾ പഴയ നിയമം വായിച്ചാൽ നമുക്ക് ലേഖനങ്ങൾ പഠിക്കാതെ വായിക്കുന്നതും പഠിച്ചിട്ട് വായിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം, അപ്പോസ്തലന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് എബ്രഹാം ജീവിച്ചത് എങ്ങനെയാണെന്നും മോശ ജീവിച്ചത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് വിശ്വസിച്ചത്? എങ്ങനെയാണ് 118 വയസ്സുള്ളപ്പം ഇസ്ഹാക്കിനെ അർപ്പിക്കാൻ എബ്രഹാമിന് തോന്നിയത്? ആ വിശ്വാസം എവിടെ നിന്നുണ്ടായി? എന്ത് വിശ്വാസമായിരുന്നു അത്? എബ്രഹാം വിശ്വസിച്ചിട്ട് പ്രാപിച്ചത് എന്താണ്? എവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന? പഴയ നിയമത്തിൽ നിന്നല്ല, പുതിയ നിയമത്തിൽ നിന്നാണ്. ഹാബേലിന്റെയും കായിന്റെയും യാഗം. എന്തുകൊണ്ടാണ് ഹാബേലിന്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചത്? എങ്ങനെ മനസ്സിലാകുന്നത്? പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോസ്തലന്മാരെ വെളിപ്പെടുത്തുന്നത് ഹാബേൽ വിശ്വാസത്താൽ കായിന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. There was faith in ഹാബേൽ. എങ്ങനെ മനസ്സിലായത്?
എബ്രഹാം അത്രയും വാർദ്ധക്യത്തിൽ, മകനുണ്ടാകുമ്പോൾ തന്നെ 100 വയസ്സായി. അപ്പൊ അതിനുശേഷം ബാലനായി, യുവാവാകുന്ന സമയമായി. അപ്പൊ അവനെ വിളിച്ചോണ്ട് യാഗപീഠത്തിനടുത്തോട്ട് പോകുമ്പോൾ അവന് 118 വയസ്സെങ്കിലും ആയെന്നാണ് പറയുന്നത്. അപ്പോ അവൻ ആ യാഗം അർപ്പിക്കണമെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്വം എന്താ? നിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ആകും. ആ വാഗ്ദത്വത്തിൽ അവൻ ക്ഷീണിച്ചില്ല. ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ തന്നെ ആകും, ഉറപ്പാണ്. പക്ഷെ ആകെ കയ്യിലുള്ളത് ആരാണ്? ഈസാക്കാണ്. ഐസാക്കിനെ യാഗം അർപ്പിക്കാൻ ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ എന്തായിരിക്കും എബ്രഹാമിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന വിശ്വാസം? അപ്പോസ്തലന്മാരുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എബ്രഹാം വിശ്വസിച്ചത് പുനരുത്ഥാനത്തിലാണ്. അതായത് മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അങ്ങനെയാണ് റോമാലേഖനം 4:17. 2 കാര്യങ്ങളാണ്. ഇസാക്ക് മരിച്ചാലും ദൈവം അവനെ തിരിച്ചു തരും. പോയിന്റ് നമ്പർ 1. 2, ഇനി തന്നില്ലെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് എനിക്ക് മക്കളെ എടുത്തു തന്നിട്ടായാലും എന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ആകും എന്ന് അബ്രഹാം വാഗ്ദത്തിൽ ക്ഷീണിക്കാതെ വിശ്വസിച്ചു. അപ്പൊ അതിനകത്തൊരു പുനരുത്ഥാനത്തിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പുനരുത്ഥാനത്തിൽ എന്ന പോലെ എബ്രഹാം ഇസ്ഹാക്കിനെ തിരിച്ചു പ്രാപിച്ചു. രണ്ടാമത്, നമ്മളെ പോലെ മക്കളെ ദൈവം എബ്രഹാമിന് നൽകി. ഇല്ലാത്തതിൽ നിന്നെടുത്ത് വിശ്വാസികളാകുന്ന നമ്മളെ അബ്രഹാമിന്റെ ആത്മീക മക്കളാക്കി നമ്മളെ ദൈവം അബ്രഹാമിന് കൊടുത്തു. അങ്ങനെ ബഹുജാതികൾക്ക് എബ്രഹാം പിതാവായി തീർന്ന വിശ്വാസത്താൽ. ഇതെങ്ങനെയാ മനസ്സിലാകുന്നത്? പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹാനോക്ക് എങ്ങനെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് എടുക്കപ്പെട്ടത്? നോഹ എന്താ പ്രസംഗിച്ചത്? നോഹ പ്രസംഗിച്ചോ? എങ്ങനെയാ മനസ്സിലായത്? പുതിയ നിയമത്തിൽ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇരമ്യാവിനെ പോലുള്ള പ്രവാചകന്മാര്, ഹാബേൽ യാഗം അർപ്പിച്ചു, പെർഫെക്റ്റ് യാഗമായിരുന്നു, ദൈവത്തിന് പ്രസാദം ഉണ്ടായി. പക്ഷെ ഹാബേലിന് പഴയ നിയമത്തിലെ ഏറ്റവും മിനിമം ഒരു ബ്ലെസ്സിങ് ആയ ദീർഘായുസ് പോലും കിട്ടിയില്ല. അല്ലെ, ദീർഘായുസ് കിട്ടിയോ? യാഗം അർപ്പിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ യാഗം അർപ്പിച്ച ഉടനെ ആൾ മരിച്ചുപോയി. ദാറ്റ് മീൻസ് ഹി ഡിഡ് നോട്ട് റിസീവ് എനി ബ്ലെസ്സിങ്. പഴയ നിയമം നോക്കി കഴിഞ്ഞാൽ ഹാബേലിന് ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. അല്ലെ, ഉണ്ടായോ? എന്നാൽ പുതിയ നിയമം നോക്കി കഴിയുമ്പോൾ വിശ്വാസവീരന്മാർക്കുള്ള അവകാശം പ്രാപിച്ചു. ഹാബേൽ നീതിമാനായി, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു? പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാകും, അപ്പോസ്തോലിക ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാകും. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളോട് കുറച്ച് നീതിയുടെ കാര്യം പറഞ്ഞില്ലേ? കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടുന്നത് തെരഞ്ഞു കളയുക. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും അനുസരിക്കാൻ ശക്തി നമുക്ക് സ്വാഭാവികമായിട്ടില്ല. ഉള്ളവരെ എന്നോടൊന്ന് ചാറ്റ് വിൻഡോയിൽ ഇന്ന് ഞാനുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കും. പക്ഷെ ഇത് അനുസരിക്കാതെ ആരും സ്വർഗത്തിൽ പോവില്ല. ഇത് ചുമ്മാ തമാശന് കർത്താവ് പറഞ്ഞതല്ല. ഇത് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് പ്രസംഗിച്ചതായ ഗിരിപ്രഭാഷണം. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവൻ ആരും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. എന്നിട്ട് ഇഷ്ടം പറഞ്ഞപ്പം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞത്. പക്ഷെ അതനുസരിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമില്ല. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടെ എത്ര പേര് സ്വർഗത്തിൽ പോകും? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഈ അപ്പോസ്തലന്മാരുടെ ലേഖനം വായിക്കാൻ നമുക്ക് മനസ്സിലാവും ഈ അനുസരണം ദൈവം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാക്കി നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഈ കഠിനമായ കൽപ്പനകൾ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നത്? നമ്മൾ എങ്ങനെയാണ് ആ കൽപ്പനകളുടെ ദാസന്മാരായി മാറുന്നത്? ഈ അത്ഭുതകരമായ വെളിപ്പാടാണ് അപ്പോസ്തലന്മാരുടെ ലേഖനം മുഴുവൻ നമ്മളോട് വിശദീകരിക്കുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് ആൻ ഒബീഡിയൻസ്. നമ്മളിൽ എങ്ങനെയാണ് ജഡീകമല്ലാത്ത, നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തി അല്ലാതെ, നമ്മുടെ ഉള്ളിലെ മാനസാന്തരത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, വിശ്വാസത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജഡത്തിന് സാധിക്കാത്ത ഒരു നീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് പഠിക്കേണ്ടത് ഒരു സഭയിലാണ്. അപ്പൊ സഭ എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. എങ്ങനെ വിശുദ്ധരായി മാറാം, എങ്ങനെ തേജസ്സിനു വേണ്ടി ഓടാം, എന്താണ് ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വസിക്കേണ്ടത്, എങ്ങനെയാണ് ആത്മീക സത്യങ്ങളെ വെളിപ്പെടുത്താൻ ഈ സഭയല്ലാതെ വേറൊരു സ്ഥലവും ഇല്ല. അതാണ് സഭയുടെ ഒന്നാമത്തെ കടമ. ടു പെർഫെക്റ്റ് എവറി സെയിന്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഓരോ മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് നന്നായാൽ പോരാ, നമ്മൾ ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തു നമ്മിൽ വസിക്കണം.
അതിനുചിതമായ വിശ്വാസമാണ് ഈ സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി സഭയുടെ കോമൺ, ഒരു സഭയിലേക്ക് കുറച്ച് ആളുകൾ, ഇപ്പൊ ഒരു സഭയിൽ ഒരു 10 പേരുണ്ട്, അല്ലെങ്കിൽ 20 പേരുണ്ടെന്ന് വിചാരിച്ചു. ഈ 20 പേർക്കും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് 20 പേർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ? അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സഭയെ സംബന്ധിച്ച്. ഞാൻ ഈ എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് സഭയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ച് സഭയെക്കുറിച്ച്. എന്താണ് എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകത? പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിന്റെ പ്രത്യേകത. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന് മുൻപുള്ള ലേഖനങ്ങൾ, അതായത് റോമാലേഖനം, ഗലാത്യ ലേഖനം, കൊരിന്തി ലേഖനം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ എഴുതിയതാണ്. റോമാലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ, 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ ദൈവം നമുക്ക് സൗജന്യമായി തന്ന രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് നീതീകരണത്തെക്കുറിച്ചും സൗജന്യമായ രക്ഷയെക്കുറിച്ചും പ്രവൃത്തിയെ കൂടാതെയുള്ള ദൈവം നമുക്ക് ദാനമായി തരുന്ന രക്ഷയെക്കുറിച്ചുള്ള കാര്യമാണ്. എന്നാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം തൊട്ട്, അതായത് 3-ന്റെ 16 മുതൽ യൂദായുടെ ലേഖനം തീരുന്നത് വരെ നീതീകരണത്തെക്കുറിച്ചല്ല പ്രധാന പഠിപ്പിക്കലുകളെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. വെളിപ്പാട് ദിവസം തേജസ്കരണത്തെക്കുറിച്ചാണെന്ന് നമുക്കറിയാം, പുതിയ യെരൂശലേമിനെ കുറിച്ചൊക്കെ. അത് നമ്മുടെ തേജസ്കരണത്തെ കാണും. അപ്പൊ രക്ഷയുടെ 3 തലങ്ങൾ: 1, നമ്മുടെ നീതീകരണം, ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറുന്നു. 2, വിശുദ്ധിയിൽ വളരുന്നു. 3, കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെടുന്നു. ഈ 3 കാര്യങ്ങളെ അപ്പോസ്തലന്മാര് 3 സെക്ഷനായിട്ട് തിരിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനവും ഗലാത്യ ലേഖനവും നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, വിശ്വാസത്താലുള്ള നീതീകരണം, നമ്മൾ എങ്ങനെ ദൈവമക്കളായി, പാപികളായ നമ്മോട് വെളിപ്പെട്ട ദൈവ കരുണ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണ, ഇരുപക്ഷങ്ങളെയും ഒന്നാക്കിയ ദൈവത്തിന്റെ സുവിശേഷം, ഇതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായി തന്ന വലിയ ധനസമൃദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ 3-ന്റെ 16 മുതൽ വിശുദ്ധീകരണത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. അതെവിടെയാണ്, എങ്ങനെയാണ് ആ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 3-ന്റെ 15 വരെ നമ്മൾ എഫേസ്യ ലേഖനം മാത്രം എടുത്താൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വാക്യമാണ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശുവിൽ. 3-ാം വാക്യത്തിൽ പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവിന് സ്തോത്രം. 4-ാം വാക്യത്തിൽ പറയുന്നു സകല സൃഷ്ടിക്ക് മുമ്പ് അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ എല്ലാം ക്രിസ്തുവിൽ. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമായ വീണ്ടെടുപ്പുണ്ട്. എല്ലാം അവനിൽ, അവനിൽ, അവനിൽ. അവ താഴോട്ട് മുഴുവൻ വായിക്കാം. നമുക്ക് അനേകം പ്രാവശ്യം ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് എന്ന് കാണാം. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അത് തന്നെയാണ്. അവനിൽ, അവനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, അവനോടുകൂടെ, വിത്ത് ഹിം. അപ്പൊ ക്രിസ്തു ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ, അവനിൽ ഞാൻ എന്നാണ് ആദ്യ ഭാഗം മൊത്തം. എന്നാൽ 3-ന്റെ 17 മുതൽ അങ്ങോട്ട് അവനിൽ ഞാൻ എന്നല്ല പറയുന്നത്, എന്നിൽ അവൻ എന്നാ പറയുന്നത്. മനസ്സിലായ ഷിഫ്റ്റ് എന്താണ്? 3-ന്റെ 17 പറയുന്നു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് കംസ് ഇൻ മീ. അതുവരെ പറഞ്ഞെന്താ? ഞാൻ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു, വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടു, എന്നെ ദൈവം തെരഞ്ഞെടുത്തു, രക്ഷിച്ചു. അത് കഴിഞ്ഞ് പറയുകയാണ് ഇനി അതുകൊണ്ട് എന്ത് വേണം? കർത്താവെ, വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ വസിക്കണം. അങ്ങനെ വസിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത് എപ്പോഴാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, എഫേസ്യ ലേഖനത്തിന്റെ ഭാഷ അനുസരിച്ച് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. പക്ഷെ ക്രിസ്തു എന്നിൽ വന്നത് ഞാൻ വിശ്വസിച്ചപ്പോഴാണ്.
അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ സഭയുടെ ഭാഗമാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഒരാൾ സഭയ്ക്കകത്തോട്ട് വരും. അപ്പൊ സഭയുടെ പുറത്ത് നടക്കുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്, സഭയ്ക്കകത്ത് നടക്കുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്. ഭൂതങ്ങളെ ഓടിക്കുന്ന ശുശ്രൂഷയും രോഗശാന്തിയും ഒക്കെ നടക്കേണ്ടത് സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് വെളിയിലാണ്. അത് അവിശ്വാസികളുടെ മുമ്പിലാണ്. അല്ലെ, നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ട് സുവിശേഷം പറയാൻ മുമ്പിൽ ഒരു അത്ഭുതം നടന്നിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ദുരാത്മാക്കളെ പുറത്താക്കുന്നത് അവർ കൃപാപരമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ആ അധികാരം എവിടെയാ പ്രയോഗിക്കപ്പെടേണ്ടത്? സഭയ്ക്കകത്താണോ? സഭയ്ക്കകത്ത് ദുരാത്മാക്കളുള്ളവരുണ്ടോ? ഉണ്ടോ? എവിടെയാ ദുരാത്മാക്കളുള്ളവരുള്ളത്? സഭയ്ക്ക് വെളിയിലല്ലേ. സുവിശേഷം പറയാൻ പോകുന്ന ഒരാൾ ദുരാത്മ ബന്ധിതനായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പോകട്ടെ എന്ന് പറയേണ്ടത് എവിടെയാ? വെളിയിൽ നടക്കേണ്ട ശുശ്രൂഷകളാണ്. അപ്പൊ അത് നടക്കുന്നേ ഇല്ല. ഇതെല്ലാം വളരെ 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 ഇല്ലാതായിപ്പോയി നമ്മുടെ ഇടയിൽ. അകത്തോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ബിസിനസ്. സഭയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അവിടെ വരുന്ന ഓരോ വിശുദ്ധനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനുള്ള ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആ ഭാഗമാണ്. അപ്പൊ സഭയുടെ ഡ്യൂട്ടി ശരിക്കും ആരംഭിക്കുന്നത്, കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ഞാൻ പറഞ്ഞ ഒരു സ്പെസിഫിക് സഭയ്ക്ക് വേണ്ടി പ്രത്യേക പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട 2 കത്തുകളാണത്. എന്നാൽ ഉപദേശപരമായ പഠിപ്പിക്കലുള്ള ലേഖനങ്ങൾ നോക്കിയാൽ റോമാ ലേഖനവും ഗലാത്തി ലേഖനവും നോക്കി കഴിഞ്ഞാൽ എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം വരുമ്പോഴാണ് നമ്മൾ ഒരു സഭയിൽ ഒരു വിശ്വാസിയെ കിട്ടിയാൽ ആ വിശ്വാസിയെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതിന്റെ ഒരു മാനിഫെസ്റ്റോ നമ്മൾ കാണുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ക്രിസ്തു എന്നിൽ വസിച്ച് അവന്റെ സ്വഭാവമുള്ളവനായിട്ട് ഞാൻ മാറണം. അതാണ് വിശുദ്ധീകരണം. ഞാൻ എന്റെ സ്വഭാവത്തെ നന്നാക്കുന്നതല്ല, എന്റെ സ്വഭാവത്തെ ക്രൂശിൽ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് എന്റെ വിശുദ്ധീകരണം. 4-ാം അധ്യായത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്ന കാര്യം. ഇനി നമുക്ക് നോക്കാം സഭയുടെ അടയാളങ്ങൾ എന്താണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ, ആരെ വിളിച്ചപ്പോൾ? നമ്മളെ വിളിച്ചപ്പോൾ, ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ എങ്ങനെയാ വിളിച്ചത്? ഒറ്റ പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. നമ്മളൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞാണ് ആൾക്കാരെ വിളിക്കുന്നത്. ഒരാളൊന്നും രോഗമാണ്, ഫാസ്റ്ററെ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പറയും ദൈവം രോഗസൗഖ്യം തരും. ഇപ്പൊ ഞങ്ങളൊരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കണം. അഞ്ജന എന്നാണ് ആ കുട്ടിയുടെ പേര്, ഹിന്ദുവാണ്. എങ്ങനെയോ ഹോസ്പിറ്റലിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ബ്ലഡ് ക്യാൻസർ ആണ്, സീരിയസ്, വളരെ സീരിയസ് ആണ്. എങ്ങനെയോ ഫോണിൽ കോണ്ടാക്ട് ആയി എന്റെ വൈഫുമായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്നും അറിയില്ല. ക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആമയും പറയാൻ പോലും അറിയില്ല. പക്ഷെ സുവിശേഷം പറഞ്ഞു. ഇപ്പം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ വളരെ സീരിയസ് ആണ്. അവിടെയാണ് നമുക്ക് കർത്താവിന്റെ ഒരു പ്രവൃത്തി കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു നിമിഷം, അടുത്ത നിമിഷം മരിച്ചു പോയാൽ അതിനു മുമ്പ് കർത്താവിനെ ലഭിക്കാൻ, കർത്താവിന് ഹിതമാണെങ്കിൽ വിശ്വാസത്തിലേക്ക്, ജീവനിലേക്ക് തിരിച്ചെത്തിക്കാൻ, അവിടെ രോഗശാന്തി ഉണ്ടാകുവാൻ. ഇതൊക്കെ നമ്മൾ അവിശ്വാസികളോട് പറയുമ്പോൾ പറയും നിന്റെ രോഗം സൗഖ്യമാക്കും. ഞാനപ്പോ എന്റെ വൈഫിനോട് ഇതെല്ലാം പറഞ്ഞതിന്റെ കൂടെ ഈ കർത്താവ് നിന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും നീ അത് വിശ്വസിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കുമെന്നും പറയാൻ മറക്കല്ലേ കേട്ടോ ഞാൻ പറഞ്ഞു. അത് പറയാതെ പോയ എന്താ പ്രശ്നം എന്നറിയാം? ഈ കർത്താവിന്റെ വിളി അവർ കേൾക്കില്ല, നമ്മുടെ വിളി കേൾക്കും. കർത്താവിന്റെ ഒരു വിളിയുണ്ട് ഇതിനിടയിലൂടെ. ഒരു സുവിശേഷകൻ ആ വിളിയാണ് ഒരാളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കേണ്ടത്. നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചു, നീ വിശ്വസിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഇതൊരു സുവിശേഷകൻ ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സുവിശേഷകൻ ചോദിക്കുമ്പം അവൻ ആരുടെ വിളിയാണ് ആൾക്ക് കൊടുക്കുന്നത്? ദൈവം വിളിച്ച വിളിയാണ്. അതല്ലെങ്കിൽ അവരെ ഒരു ലോക്കൽ സഭയിലേക്ക് കൊണ്ടുവരാനേ നമുക്ക് പറ്റുള്ളൂ. ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാനുള്ള പ്രത്യാശ ഉണ്ടാക്കാൻ ആ വചനങ്ങൾക്ക് കഴിവില്ല. രോഗസൗഖ്യമാക്കാൻ അത് മതി. പക്ഷെ പിന്നെ ഒരു രോഗം വരും, നമുക്ക് മരിക്കും. അല്ലെ? നമ്മൾ എത്ര രോഗശാന്തി കിട്ടിയാലും, ഇപ്പൊ കോവിഡ് ആണ് കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കോവിഡ് മാറി.
പക്ഷെ നാളെ വേറെ രോഗം വന്ന് ഞാൻ മരിക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും മരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് നടക്കേണ്ടെന്നല്ല, അതിനേക്കാളും അത്ഭുതകരമായിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത് ഈ കർത്താവിന്റെ വിളി ഇവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്ന പോലെ. അപ്പൊ സഭയ്ക്കകത്ത് വരുന്നവർക്കെല്ലാം ഒന്നാമതുള്ള കോമൺ ഫാക്ടർ, അതായത് ഇവിടെ 59 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 59 പേർക്ക് ഉണ്ടാകേണ്ട ഒരു കോമൺ ഫാക്ടർ എന്താണെന്നറിയാം? ഞാൻ മരിച്ചാൽ തേജസ്സോടെ കർത്താവിന്റെ അടുത്തേക്ക് പോകും. കർത്താവ് എന്നെ വിളിച്ച വിളി അതാണ്. എഫെസ്യ ലേഖനം 1:17 പറയാണ്, നിങ്ങളെ വിളിച്ച വിളിയാൽ അവൻ തന്ന ആശ. വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാം. ഇതിനാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവെ നിന്റെ തേജസ്സിൽ, അതാ വിളി കിട്ടിയിട്ടുണ്ട്. വിളി കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ വിളി കിട്ടിയിട്ടുണ്ടോ? അതോ രോഗശാന്തിയുടെ തലമുറയെ കിട്ടിയിട്ടുള്ളോ? അതോ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി ദൈവപുത്രൻ ക്രൂശിൽ കയറി അവൻ നിങ്ങളുടെ പാപങ്ങളെ വഹിച്ച് പാപക്ഷമ തന്ന് മക്കളാക്കി മാറ്റി ആത്മാവിനെ തന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത, എന്നിട്ട് വിളിച്ച ആ വിളി, വാ മക്കളെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വിളി കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടവരാണ് സഭയ്ക്കകത്തുള്ളവർ. കോമൺ ഫാക്ടറാണ്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. We all have one hope. ഈ ഹോപ്പ് എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും പ്രധാന ആണിക്കല്ലുകളിൽ ഒന്നാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയാല. 94 ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു ഹോട്ടലില് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ, അപ്പൊ എന്റെ അടുത്തിരുന്ന ഒരാൾ ഒന്നിനോട് ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അടുത്ത ചോദ്യം, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? സ്വർഗത്തിൽ പോവോ? ഞാൻ പറഞ്ഞു സംശയം. ഉടനെ പുള്ളി പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടു, വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാകും? ഉറപ്പുണ്ടോ? പണ്ട് നമ്മൾ വെളിയിലുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷമാണ്. ഓർമ്മയുണ്ടോ കാലഘട്ടം? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാകും? ഇന്ന് നമ്മൾ കണ്ണാടിയിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്കി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ചോദിച്ചു നോക്കി. ഉറപ്പുണ്ടോ? അപ്പൊ പ്രത്യാശയ്ക്ക് എവിടെയോ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് ഒരു പാട്ട് പാടുന്നത് നമ്മൾ വരണമേ എന്ന് പറയുമ്പോൾ വരാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? എന്നാ പോകുന്ന ഉറപ്പുണ്ടോ? ഇനി ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കാം, ഈ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ എങ്ങനെയാ രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്? എങ്ങാനും ഒരു ശ്വാസം വിട്ടിട്ട് അടുത്ത ശ്വാസം ഇല്ലെങ്കിൽ നമ്മളെല്ലാം നരകത്തിലോട്ട് പോകില്ലേ? ഉറപ്പ് പ്രാപിക്കാതെ ഇന്ന് രാത്രി ഉറങ്ങുമോ? ഉറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനൊന്നും ഗൗരവമായിട്ട് എടുക്കരുത്. ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഈ കോവിഡ് ഗൗരവമായിട്ട് എടുക്കാതെ നടന്നതാണെന്നാണ് ഇതിങ്ങനെ ആയത്. അതുപോലെ പാപത്തെയോ നരകത്തെയോ ഒന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം തുടങ്ങാം. പക്ഷെ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പറ്റില്ല. കാരണം ഏത് സമയത്തും കർത്താവ് നമ്മുടെ ജീവനെ തിരിച്ചു ചോദിക്കാം, അപ്പൊ നമുക്കായിട്ട് വരാം. അപ്പൊ പ്രത്യാശ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്താണ് ഈ കോമൺ പ്രത്യാശ? ഒരു സഭയിലെ സകല സഹോദരങ്ങളും ഒന്നുപോലെ ഉണ്ടായിരിക്കേണ്ട, അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ ഒന്നുപോലെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രത്യാശ. അതെന്ത് പ്രത്യാശയാണ്? അപ്പൊ ചർച്ചിന്റെ ഒരു മാർക്ക്, ഈ പ്രത്യാശ ഒന്നല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കൂട്ടുകൂടാൻ മാത്രമേ പറ്റുള്ളൂ, കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല.
കൂട്ടും കൂട്ടായ്മ തമ്മിലുള്ള വ്യത്യാസം എന്താ? കൂടുന്ന എങ്ങനെയാന്ന് ഞാൻ പറയാം. പിള്ളേർ തമ്മിൽ കൂട്ട്. ക്രിക്കറ്റ് സ്കോർ എത്രയാടാ? അത് കൂട്ടാ. ഒരു സഹോദരി വേറൊരു സഹോദരിയോട് ഇന്ന് രാവിലെ എന്തായിരുന്നു കറി? ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ ആയോ? ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചതാ? ഇതെല്ലാം കൂട്ടാ. നിങ്ങൾ എങ്ങനെ സംസാരിക്കും? നിങ്ങൾ കൂടുവാണോ കൂട്ടായ്മ കൂടുവാണോ? കൂട്ടായ്മ കൂടുമ്പോ നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമ്മളെല്ലാം വിളിച്ചിരിക്കുന്ന ഏക പ്രത്യാശ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് സഭയുടെ ഒരു കോമൺ മാർക്ക്. വി ആർ ഓൾ കോട്ട് ബൈ ദാറ്റ് വൺ ഹോപ്പ്. ഒരു ദിവസം ഞാൻ അവന്റെ കൂടെ തേജസ്സിൽ കാണപ്പെടും. ഈ പണ്ട് നമ്മളെപ്പോഴും പറയില്ലേ, IPC-ക്കാർ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയാറില്ലേ? പറഞ്ഞില്ലെങ്കിൽ ഇന്നോട്ട് പറയുന്നത് നല്ലത്. പക്ഷെ അതിൻ്റെ ഇതും കൂടെ പറയണം. ഈ പൂർവ്വ പിതാക്കന്മാർ അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു അറിയോ? അവർക്ക് സ്വർഗത്തെ കുറിച്ചൊരു ഗ്യാരണ്ടി ഉണ്ട്. അവര് കർത്താവ് വന്നാൽ പോകും എന്നുള്ളൊരു നിശ്ചയത്തോടെ ഒരു പാട്ടുകൾ എഴുതിയത്, പ്രസംഗിച്ച് നടന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമായിരുന്നു. അവർ വരുവാനുള്ള തേജസ്സിനെ നോക്കിയിട്ടുണ്ട്. ഇത് IPC-യിലെ പൂർവ്വപിതാക്കന്മാർ മാത്രമല്ല, പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ കാത്തിരുന്നു എബ്രായ ലേഖനം പറയുന്നു. അത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇവരിങ്ങനെ അവരങ്ങനെയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകുന്ന പുതിയ നിയമം വായിക്കുമ്പോഴാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം 11-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഏക പ്രത്യാശ. ഇവരെല്ലാവരും, ഇവരെന്ന് പറയുന്ന ആരൊക്കെയാണെന്നറിയോ? ഹാബേല്, ഈനോക്ക്, ഹാനോക്ക്, നോഹ, അബ്രഹാം. 4 പേരെ കുറിച്ചാണ് പറയുന്നത്. അത്രയും പേരുടെ കഥയാണ് പറഞ്ഞത്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കണ്ടോ? പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്ന കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരും എന്ത് കാംക്ഷിച്ചോണ്ടാണ് നടന്നത്? സ്വർഗീയമായതിനെ അന്വേഷണം നടന്നത്. നിങ്ങൾ ഒന്നും കൂടെ സൂക്ഷിച്ചു വയ്ക്കുക. ഞാൻ നേരത്തെ ഹാബേലിന്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരുടെയും കഥ. അവരൊന്നും നേടിയില്ല. എബ്രഹാം കനാൻ ദേശത്ത് എന്നിട്ടും ടെന്റ് അടിച്ച് താമസിച്ചു, സ്ഥിരവാസം ഉണ്ടാക്കിയില്ല. കാരണം അവൻ അറിയാമായിരുന്നു ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരമുണ്ട്. മോശ ക്രിസ്തുവിന്റെ നിന്ന് തെരഞ്ഞെടുത്തു. അവന് കനാനിൽ എത്താൻ പോലും പറ്റിയില്ല. അതിനു മുമ്പേ അവൻ മരിച്ചു. ഈ ലോകത്തെ അവർ കാര്യമായിട്ടെടുത്തില്ല. ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. ഹാബേൽ അത്രയും നല്ല യാഗം കഴിച്ചിട്ടും ഭൂമിയിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പഴയ വിശുദ്ധന്മാർ നിങ്ങൾ നോക്കി, യെശയ്യാവായാലും യിരെമ്യാവായാലും പ്രവാചകന്മാരായാലും കർത്താവ് തന്നെ പറയുന്നുണ്ട്, യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കല്ലെറിയുന്നവൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കല്ലേറി ഇവരെല്ലാം കൊണ്ടിട്ടുണ്ട്, നിന്ദ കൊണ്ടിട്ടുണ്ട്, അപമാനം സഹിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ കിടന്ന് മരിക്കുക ചെയ്തേക്കുന്നത്. പഴയ നിയമം. അവരെന്തിനാ അങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സ്വർഗീയമായ ഒന്നിനെ കാംക്ഷിച്ചിരുന്നു. അത് പഴയ നിയമം വായിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവര് തല്ലുകൊണ്ടു, എന്തുകൊണ്ട് അവർ ഉപദ്രവം സഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പുതിയ നിയമത്തിലാണ്. പുതിയ നിയമമാണ് ഉത്തരം പറയുന്നത്. അവർ സ്വർഗീയമായ ഒന്നിനെ കാംക്ഷിച്ചുകൊണ്ടാണ്. അവരെ കണ്ടില്ല, ദൂരെ നിന്ന് അഭിവന്ദിച്ചുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി അവർ ഓടി. അപ്പൊ നമുക്ക് സ്വർഗത്തിന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയെ അവഗണിക്കാൻ നമുക്ക് പറ്റും. സാരമില്ല ബ്രദറെ, നമുക്കൊരു നിത്യഭവനം ഉണ്ടല്ലോ. എന്ത് ആശ്വാസം തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോ അത് അവിടെയല്ലേ എന്നാണോ തോന്നുന്നത്? അത് അവിടെയല്ല, അത് ഏത് സമയത്ത് നമ്മുടെ മുമ്പിൽ വരാം. എനിക്കറിയാം, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാവണമെങ്കിൽ ആത്മാവ് വിചാരിക്കണം. പഴയ കാലമൊന്നുമല്ല. പ്രത്യാശ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, എത്ര പ്രസംഗിച്ചാലും ഉണ്ടാവില്ല. അത് ആത്മാവിന്റെ ഒരു കാറ്റടിച്ചാലേ അത് ഉണ്ടാവുള്ളൂ. അത് ഈ സഭയിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ബഹളം വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എല്ലാവരും പ്രത്യാശ ഉള്ളവരായി മാറും. അതെനിക്ക് ഉറപ്പാണ്. കാരണം റോമാലേഖനത്തിൽ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം സ്വീകരിച്ച നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അടുത്ത വാക്യം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആത്മാവെന്ന ആദ്യ ദാനം ലഭിക്കുമ്പം ഉള്ളിലേക്ക് വരേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യാശയാണ്.
വിളിച്ച വിളിയോടുകൂടി പ്രത്യാശയുണ്ട്. അപ്പൊ ആത്മാവുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ സ്വർഗത്തിന് വേണ്ടി ഞരങ്ങുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിന് വേണ്ടി ഞരങ്ങാത്തയാള് എന്ത് ശുശ്രൂഷ ചെയ്താലും ആത്മാവുള്ളവനല്ല. ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ഞരക്കങ്ങളിൽ ആത്മാവല്ല നിങ്ങളെ നടത്തുന്നത്. കാരണം ആത്മാവ് എപ്പോഴും ഉയരത്തിലുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും ആ ഉയരത്തിലുള്ള തേജസ്സിനെ നമ്മളെ കാണിച്ചു തന്ന് മോഹിപ്പിക്കുകയും ചെയ്യും. ആ കൊതിയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ആ ഹങ്കർ, ആ പരവേശം, ആ ഞരക്കം എന്നുള്ള വാക്കുണ്ടല്ലോ, അതിനെ വേണേ നമുക്ക് വെപ്രാളം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്താ വെപ്രാളം, അസ്വസ്ഥമാവുക. എന്ത് കർത്താവെ നീ എപ്പോ വരും എന്റെ കർത്താവെ ഇങ്ങനെ ഉള്ളില് പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയകാലത്തെ പാട്ടുകൾ എങ്ങനെ? കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, അങ്ങനെയൊക്കെ ഉണ്ടോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നേ. അത് ചുമ്മാ പാടിയതല്ലായിരുന്നു, അതങ്ങനെ ഹൃദയം നിറഞ്ഞപ്പോ പാടിയതായിരുന്നു എന്നൊക്കെ അത്. അപ്പൊ നമുക്ക് ഒരേ പ്രത്യാശ നമ്മുടെ സഭയിൽ എല്ലാവർക്കും ഉണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ മുഴുവൻ സൂമിലാണ്. സൂമിലും സഭയ്ക്ക് വളരെ ശക്തമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്താ ചെയ്യുന്നറിയോ? ഞങ്ങൾക്കൊരു സഭയുണ്ട് എറണാകുളത്ത്. ഞങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു മാസം ഒരാഴ്ച 40 മണിക്കൂറോളം യോഗ ഉണ്ട്. 40 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആവറേജ് 7-5-35 5 മണിക്കൂർ മേളില്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ രാവിലെ 6:30 മുതൽ 8 വരെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. സഭയിലെ ശുശ്രൂഷകരോട് സംസാരിക്കാം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഫ്രീ ടൈം. ഉച്ചയ്ക്ക് 2 തൊട്ട് 6:30 വരെ പ്രാർത്ഥനാ സമയം. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് വരാം. ആ സമയത്ത് ശുശ്രൂഷകർ ആരെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. പിന്നെ ബൈബിൾ സ്റ്റഡി, പിന്നെ ഇപ്പൊ ആളുകളുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും ഇങ്ങനെ. കാരണം ഇത് ഒറ്റ കാര്യം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാ. ഈ പ്രത്യാശയിൽ ആരും ക്ഷീണിച്ചു പോകരുത്. ഒരാൾ പോലും കൂട്ടായ്മ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകരുത്. ആരോടും മിണ്ടാനില്ലാതെ പോകരുത്. ഈ സൂം ഇല്ലെങ്കിൽ അവരെ ഫോൺ ചെയ്തു. അതൊരു പാസ്റ്റർ അല്ല ചെയ്യുന്നത്, ശുശ്രൂഷകർ എല്ലാവരും കൂടെ അതിനായിട്ട് ഇറങ്ങുകയാണ്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എല്ലാവരും ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവർ ആ പ്രത്യാശയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ വലിയ പ്രതിസന്ധി അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. കോവിഡ് വന്ന് മരണാസന്നായിരിക്കുന്ന ഒരാൾ, അവൻ ചോദിക്കുകയാണ്, കർത്താവ് എന്റെ ജീവൻ എടുത്താൽ ഞാൻ എന്ത് ചെയ്യും? നിലവിളിക്കുക. നമുക്ക് അവന് കൊടുക്കാനുള്ള പ്രത്യാശയാണ്. സഹോദരൻ മരിച്ചാലും ജീവിച്ചാലും കർത്താവിന്റെ അടുത്താണ്. അതാ അഷുറൻസ് ഉള്ളവൻ ഈ മരണത്തെ നേരിടാൻ ഭയമില്ല. നമ്മുടെ വിശ്വാസികളെ അന്ത്യകാലത്ത് പ്രത്യാശയിൽ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വടിയായിട്ടാണ് ഞാൻ ഈ കൊറോണയെ കാണുന്നത്. ഒരു വടി ഇങ്ങനെ വെച്ചിരിക്കുക, എടുത്തു മാറ്റുന്നില്ല. നമ്മൾ അനുസരിച്ചിട്ടേ കർത്താവ് ഇത് എടുത്തു മാറ്റൂ. നമ്മൾ റിബല്യസ് ജനമായിട്ട് ഇത് തീരാൻ വേണ്ടി നോക്കിയിരിക്കുക നമ്മൾ പെർഫോമൻസ് പിന്നെ തുടങ്ങാൻ. പക്ഷെ കർത്താവ് പറയും, ഞാൻ ഈ വടി എടുത്തു മാറ്റിയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് തുടങ്ങാൻ. എന്നാലും നമ്മൾ കേൾക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സുകൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ആ നല്ല നാളെ ഈ ഭൂമിയിലല്ല. നിങ്ങൾ മനസ്സുകൊണ്ട് സ്വപ്നം കാണുന്ന നല്ല മനോഹരമായ നാളെ ഈ ഭൂമിയിലല്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അത് അവന്റെ രാജ്യത്തിലാണ്. ഇനി ഈ അന്ത്യകാലത്ത് നിങ്ങളിൽ ആർക്കെങ്കിലും പ്രത്യാശ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രത്യാശയെ ഉറപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഒരു സഭയിലെ മെമ്പർ ആണെങ്കിൽ, നിങ്ങളൊരു സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെട്ട സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഭയിലെ മെമ്പർ ആണെങ്കിൽ, എനിക്കിത് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഇത് പറയാറുണ്ട്. എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രക്ഷിക്കപ്പെടാതെ ഒത്തിരി ആൾക്കാർ സഭയിൽ വരുന്നുണ്ട്. സഭയിൽ വന്ന് എത്ര വർഷം കഴിഞ്ഞാലും അവർ വീണ്ടും ജനിച്ചതാണെന്ന് അവർക്ക് അറിയാനും വയ്യ. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ ഉറപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത് നമ്മളെ ജയജീവിതമുള്ളവരാക്കി മാറ്റും. നമ്മുടെ
പൂർവ്വപിതാക്കന്മാർ ജയജീവിതം ഉണ്ടായത് ഇതുകൊണ്ടാണ്. അവർക്കൊരു പ്രത്യാശ ദൈവം നൽകിയില്ല. വിളിച്ച വിളിയാ തന്നെ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വായിക്കാൻ വേണ്ടി റോമാലേഖനം 8:23 ഞാൻ പറഞ്ഞു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളി ഞരങ്ങുന്നു. റോമർ 8:23. അതുപോലെ തന്നെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നൊരു വാക്യമാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ആ 2-3 വാക്യങ്ങളിൽ പറയുന്നത് നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം എന്താവും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഒരു കാര്യം നമുക്കറിയാം, അവൻ വരുമ്പോൾ നാം അവനെ അവനിരിക്കുന്ന പോലെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഞാൻ യേശുവിനെ പോലെ രൂപാന്തരപ്പെടും. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവർ. ഏത് പ്രത്യാശ? ഞാൻ ക്രിസ്തുവിനെ പോലെ ആകും എന്ന് പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പം വിശുദ്ധീകരണത്തിലോട്ട് പോകാനുള്ള പടി എന്താണ്? ഒരു സഭയിലെ ജീവിതത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് പോകാനുള്ള വഴി എന്താണ്? ഈ പ്രത്യാശയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ബ്രദറും ചർച്ചക്കാർ ശരിക്കും വചനം പഠിക്കുന്നവരാണ്? കുറെ പഠിക്കുന്നവരാണ്, പക്ഷെ ശരിക്കും പഠിക്കുന്നവരല്ല. ഇന്നത്തെ കാലത്ത് ഈ വചനം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഈ ലേഖനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ബ്രദറിന് സുവിശേഷമാണ്, ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അവരെ കുറ്റം പറയുന്നതല്ല. ഞാൻ ചോദിച്ചു, നമ്മൾ ഏതായാലും രക്ഷിക്കപ്പെട്ടു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു അത് സുവിശേഷം പറയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു സുവിശേഷം പറയാൻ നമുക്ക് എന്താ പ്രയോജനം? നാട്ടുകാർക്കല്ലേ പ്രയോജനം, മറ്റുള്ളവർക്കല്ലേ പ്രയോജനം? ഞാനിങ്ങനെ ജീവിച്ചാൽ വേറെ ആൾ പറഞ്ഞാലും മതിയോ? അപ്പൊ പുള്ളി പറഞ്ഞു അത് കർത്താവ് ഒരു ജീവൻ തന്നിരിക്കുന്നു, അത് വിശ്വസ്തമായിട്ടും മര്യാദയ്ക്കും നല്ല സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ അവന്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്ന്, ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ അവന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്നും ബൈബിളിലുണ്ടല്ലോ. എന്ന് വെച്ചാൽ പുള്ളി എന്നോട് പറയാ, പിന്നെ നമുക്ക് എല്ലാവർക്കും ജോർജ് മുള്ളറൊന്നും ആകാൻ പറ്റുമെന്നില്ല എന്ന് പറഞ്ഞാൽ മെനി ഓഫ് ദം ഹാവ് അബാൻഡൻഡ് ദ റേസ്. ആ ഓട്ടമേ അവസാനിപ്പിച്ചു. നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ ആ ഓട്ടം? നല്ലവരായിട്ട് ജീവിക്കുന്ന ഓട്ടത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടാനുള്ള നമ്മുടെ ഓട്ടം. അല്ലാതെ എങ്ങനെയെങ്കിലും കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിൽ പോകാനല്ല നമ്മുടെ ഓട്ടം. അതല്ല നമ്മുടെ ഓട്ടം. ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ഞരക്കം. അല്ലാതെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനല്ല. സ്വർഗത്തിൽ പോകുമ്പോൾ യേശുവിന്റെ തേജസ്സോട് കൂടി പോകണം. പുത്രത്വം പ്രാപിച്ച്, അവകാശം പ്രാപിച്ച്, ഫലം പ്രാപിച്ച്, വിശുദ്ധി പ്രാപിച്ച്, തേജസ് പ്രാപിച്ച് ചെല്ലണം. ആ ഞരക്കമാണ് യേശുവിന്റെ തേജസ് എന്റെ ശരീരത്തിൽ വസിക്കാനുള്ള ആ ഞരക്കത്തെയാണ് ശരിക്കും പ്രത്യാശ എന്ന് പറയുന്നത്. അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെ. അപ്പൊ ഈ പ്രത്യാശ എന്താണ്? ഞാൻ എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ള ചാറ്റ് വിൻഡോയിൽ ഇട്ടേക്ക്. അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് എബ്രായ ലേഖനം ശരിക്കും പ്രത്യാശയുടെ ഒരു ലേഖനമാണ്. മാറിപ്പോകാത്ത പ്രത്യാശയുടെ ലേഖനമാണ് എബ്രായ ലേഖനം. വിശുദ്ധീകരണമാണ് അവിടുത്തെ മെയിൻ തീം, നമുക്കറിയാം. പക്ഷെ എന്നാലും ആ പ്രത്യാശയാണ് അവിടുത്തെ ഒരു റീസൺ, എല്ലാത്തിനും റീസൺ ആയിട്ട് പറയുന്നത്. 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞേക്കുന്ന അബ്രഹാമിന്റെ കഥയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ കുറിച്ച്. 17-ാം വാക്യം, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിക്കാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. അപ്പൊ വാഗ്ദത്തത്തിന്റെ അവകാശികൾ, വിളിക്കപ്പെട്ടവർ, അവർക്ക് ദൈവം എന്ത് ചെയ്തു? തന്റെ ആലോചന, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന മാറാത്തത് എന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരാണയിട്ട് ഉറപ്പ് കൊടുത്തു. എന്തിനാണ് ആണയിടുന്നത്? ഒരു മനുഷ്യൻ എന്തിനാണ് ഇടുന്നത്? ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ആണയിടരുത്, അല്ലെ? കർത്താവ് പറഞ്ഞില്ല ആണയിടരുതെന്ന്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. പിന്നെ നമ്മൾ എന്തിനാണ് ഇടുന്നത്? നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ആണയിടുന്നത്. എനിക്കറിയാം വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. അപ്പൊ ഞാൻ സത്യമായിട്ടും ബ്രദറെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഞാൻ നോർമലി പറയുന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല.
അപ്പൊ കള്ളം പറയുന്ന ഒരു ശീലം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സത്യം ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് നിങ്ങളെ കുറ്റം വിധിക്കും. നീ ഇടയ്ക്ക് കള്ളം പറയാറില്ല, അവൻ വിശ്വസിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ ആണയിട്ട് പറയും, ഇല്ല ബ്രദറെ, സത്യ ബ്രദറെ എന്ന് പറയും. പറഞ്ഞേ പറ്റൂ, കാരണം എന്റെ ഉള്ളിൽ കള്ളം ഉണ്ടെന്ന് എനിക്കറിയാം. അതേസമയത്ത് ഞാൻ ചെയ്യുന്ന ഊവുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഊവെന്നേ പറയുള്ളൂ. അപ്പൊ ആൾക്കാർ പറയാം, അവൻ പറഞ്ഞ ഊവ തന്നെ, ഇനി ഞാനത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, സത്യം പറയുള്ളൂ എന്ന് ആളുകൾ പറയാം. അപ്പൊ അതാണ് ഊവ. ഇല്ല ഇല്ല. പിന്നെ ദൈവം എന്തിനാണേട്ട് എന്നുള്ള എനിക്ക് വല്ലാതെ കുഴക്കിയ ഒരു പ്രശ്നമാണ്. ദൈവം ഊന്ന് പറഞ്ഞാൽ ഊന്നാണല്ലോ. പക്ഷെ ദൈവം ആണിടുന്നൊരു കാരണമുണ്ട്. ഒരു തരത്തിലും ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായി ദൈവം പറയുന്നു. നമ്മൾ മറന്നുപോകും, നാളെ എഴുന്നേക്കും മറന്നുപോകും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. 5 ദിവസം, 26 മുതൽ 5 ദിവസം, 5 ദിവസമായ ക്ലാസ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഈ 5 ദിവസം ഞാൻ എണ്ണി നോക്കിയില്ല, 30-ാം തീയതി വരെ ഉണ്ടെന്നാണ് എന്റെ ചിന്ത. ഓക്കെ, ഇനി ഡയറി നോക്കണം. എനിവേ, ഈ 5 ദിവസം തുടർച്ചയായിട്ടുള്ളതുകൊണ്ട് കുറച്ച് നിങ്ങൾ ഓർക്കുമായിരിക്കും. എന്നാൽ 5 ദിവസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഇതേ കാര്യങ്ങൾ പ്രസംഗിച്ചാലും പ്രസംഗിച്ച് കേട്ട് വരുമ്പോഴാ ഇതന്ന് കേട്ടതാണല്ലോ, ഇതന്ന് കേട്ടതാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കാനാ സാധ്യത. കാരണം അത്ര പാടാണ് ഈ അപ്പോസ്തലിക ലേഖനങ്ങൾ മനസ്സിൽ നിൽക്കില്ല. നമ്മൾ അതിൽ നിന്ന് ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് വേറൊരിടത്തും നമ്മൾ കേൾക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുദിന നിമിഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ല. ഇത് കണക്ഷൻ വിട്ടുപോകും. കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു സജഷൻ പറയാം. ഇന്ന് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം, എബ്രായ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന് ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് കിടന്നാൽ ആ വചനം നിങ്ങളുടെ സ്വന്തമാകും. നിങ്ങൾക്ക് പിന്നെ എബ്രായ ലേഖനം കാണുമ്പോഴല്ലേ ഇത് ഓർമ്മ വരും. എഫേസ്യ ലേഖനം വായിക്കുമ്പോഴല്ലേ പ്രത്യാശയെക്കുറിച്ച് ഓർക്കും. ഏക പ്രത്യാശയിൽ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭയെന്ന് ഓർക്കും. അത് വായിക്കുമ്പോൾ എല്ലാം ഓർക്കും. ഓർക്കണമെങ്കിൽ ഹോംവർക്ക് ഇന്ന് തന്നെ ഈ ഭാഗങ്ങൾ, ഞാൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഒരു പ്രയോജനമില്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നതല്ല. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് എങ്ങനെയെങ്കിലും ദൈവം എഴുതണമെന്ന് മാത്രം ആഗ്രഹമുള്ളൂ. അതിന് ഞാൻ ഒരു കാര്യം 500 പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഈ ടീച്ചർമാർ പഠിപ്പിക്കുമ്പം a+b² + a² + b² ഞാൻ പഠിച്ച 7-ാം ക്ലാസ്സിലാണ്. അതോ 6-ലാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ടീച്ചർ വിട്ടില്ല എന്നെ. അത് മുഴുവൻ പറയാതെ, പഠിപ്പിക്കാതെ, കാണാതെ പഠിക്കാതെ വിട്ടില്ല. അതേസമയത്ത് ടീച്ചർ പറയാണ്, ഞാൻ ഒന്ന് പ്രസംഗിച്ചാണ് 2ാമത് പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കൊച്ചും പഠിക്കില്ലായിരുന്നു. നമ്മൾ ഇന്ന് പെർഫോമേഴ്സ് ആയി പോകുമ്പോൾ നമുക്ക് പേടിയാ. ഒരേ പ്രസംഗം 2ാമത് പറഞ്ഞാൽ ഇവൻ ഇത് മാത്രം അറിയാവുള്ളൂ എന്ന് ആൾക്കാർ വിചാരിക്കും. അത് മാത്രം അറിയത്തുള്ളൂ, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും അറിയാൻ വയ്യാത്തവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പൗലോസ് പറയാം, പിന്നെ എന്തിനാ 100,000 കാര്യങ്ങൾ അറിയുന്നത്? ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടണം. നാളെ വീണ്ടും ശിശുക്കളെ പോലെ അലഞ്ഞുഴലുന്നവരാകരുത്. ഈ ഒരു രഹസ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ ഫൗണ്ടേഷൻ വീണാ പിന്നെ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാ. സഭയുടെ പുൽപ്പിറ്റിൽ കയറുന്ന ഉപദേശിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ലോകത്തൊരു മനുഷ്യൻ അർദ്ധപ്രാണനായി കിടക്കുന്ന കണ്ടാൽ, ഉപദേശത്തിൽ നിശ്ചയമില്ലാത്തവനെ കണ്ടാൽ, അവനെ ഉറപ്പിക്കാൻ ഉള്ള ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ, തെറ്റുപറ്റാതെ വചനം പറയണമെങ്കിൽ, ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ ഉറപ്പുള്ളവനായിരിക്കണം. അത് ശിശുക്കളാണെങ്കിലോ വീണ്ടും ആദ്യ പാഠങ്ങൾ പഠിക്കേണ്ടി വരും. ശിശുക്കളുടെ തലത്തിൽ നിന്ന് നമ്മൾ ഉപദേഷ്ടാക്കന്മാരുടെ തലത്തിലേക്ക് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നീതിയുടെ വചനത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടിലൂടെയാണ് നമ്മൾ വളരുന്നത്. സഭയിൽ എല്ലാവരും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ തലത്തിലേക്ക് വളരണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും പാസ്റ്റർമാരായി മാറുമല്ല, അവരെല്ലാവരും മൈക്ക് കെട്ടി വഴി പ്രസംഗിക്കുകയല്ല. പക്ഷേ നമ്മളെല്ലാവരും ഉപദേശ നിശ്ചയമുള്ളവരും വേറൊരു സഹോദരനെ വഴി നടത്താൻ പറ്റുന്നവരുമാകണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം ആണയിടാനുള്ള കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം അത്രത്തോളം അവിശ്വസനീയമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇറ്റ് വാസ് സോ ഇൻക്രെഡിബിൾ. ഓക്കെ, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ വിശ്വാസത്തിന് എപ്പോഴും ഇടറിപ്പോകുന്ന ചെയ്സ് ഒന്ന് വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്നൊരു ആണയം കിട്ടും. എന്താ ആണയിട്ടെന്നറിയോ? 18-ാം വാക്യം. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. നമ്മുടെ മുമ്പിൽ കർത്താവ് എന്ത് വെച്ചിട്ടുണ്ട്? വിളിച്ചപ്പോഴേ എന്ത് വെച്ചിട്ടുണ്ട്? പ്രത്യാശ വെച്ചിട്ടുണ്ട്.
നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ശരണത്തിനായിട്ട് കർത്താവിന്റെ അടുത്ത് ഓടിച്ചെന്ന് പറയണം, കർത്താവ് ഞങ്ങൾ സഭയ്ക്കകത്ത് കയറി, പക്ഷെ പ്രത്യാശയുടെ ഷേപ്പ് പലതാണ്. ഞങ്ങൾക്ക് പ്രത്യാശയിൽ നിറച്ചിട്ട് പണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ പാടിയ പോലെ കർത്താവിന്റെ വരവിനെ കുറിച്ച് നല്ല പ്രത്യാശയോടെ ഒരു പാട്ടൊന്ന് പാടണം. അപ്പൊ ഉള്ളില് കർത്താവേ നീ വരണേ എന്ന് എന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കണം. അങ്ങനെ ആ ഇൻവോൾവ് ആയിട്ട് ആ പാട്ടൊന്ന് പാടണം. പുത്തൻ യെരൂശലേമിനെ കുറിച്ചും ശുദ്ധർ സ്തുതിക്കുന്ന വീടിനെ കുറിച്ചും സ്വർഗനാട്ടിലൻ പ്രിയൻ തീർക്കുന്ന ഭവനത്തെക്കുറിച്ചും രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതും അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരി ആണോ? പഴയ പാട്ടുകളാ. ഇപ്പൊ പാടുന്ന പാട്ടുകളെന്നറിയോ? ഒരു പ്രത്യാശാഗാനം പോലും അടുത്ത കാലത്തെങ്ങും ആരും എഴുതിയിട്ടില്ല. എന്റെ കണക്ക് ശരിയാണെങ്കിൽ 94-ന് ശേഷം ഒരൊറ്റ പ്രത്യാശാഗാനം 26 വർഷം, ഞാൻ രക്ഷിക്കപ്പെട്ട കണക്കാണ് ഞാൻ പറയുന്നത്, 26 വർഷമായിട്ട് ആൾക്കാർ പാടി സന്തോഷിച്ച പൊതുവായ സഭ ഏറ്റെടുത്ത് പാടിയ ഒരു പ്രത്യാശാഗാനം ഉണ്ടായിട്ടില്ല. പ്രത്യാശാഗാനം പാടണമെങ്കിൽ പഴയ പാട്ട് പാടണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെന്ത് അവസ്ഥയാണ്. ഇപ്പൊ പാടുന്ന പാട്ട് എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നേരത്തെ എഴുതി വെക്കുമായിരുന്നു വീടിന് മുമ്പിൽ ഈ വീടിന്റെ നായകൻ എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ അതുമില്ല, വീടിനകത്ത് പോലും കയറാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി. നേരത്തെ കർത്താവിന് ഏറ്റവും കുറഞ്ഞ വീടിന്റെ ഉമ്മരത്തിലെങ്കിലും കയറി വീടിന്റെ നായകൻ എന്ന് വായിച്ചിട്ട് പോയാൽ. ഇപ്പോഴത്തെ പാട്ടനുസരിച്ച് ദൈവം ദൂരെ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം തരികയല്ല. എന്റെ ഹൃദയത്തിൽ പണ്ടേ ഞാൻ കേട്ടുന്നില്ല, ഇപ്പൊ വീട്ടിൽ കേട്ടുന്നോ ഞാൻ അവസാനിപ്പിച്ചു. ഇതെന്താണ് ഈ പാടുന്നത്? ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നമ്മളോ നല്ല ട്യൂൺ, നല്ല പാട്ടല്ലേ ബ്രദർ, എങ്ങനെ മനസ്സിലായെന്നറിയ? ട്യൂൺ വെച്ചാ മനസ്സിലായത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പ്രത്യാശ പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ച വന്നിട്ട് പറയുമോ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആൾക്കാർ മരിച്ച് നിന്റെ അടുത്തേക്ക് വന്നു. പലരെയും നീ ഹോം കോളിംഗ് എന്നല്ല പറഞ്ഞത്, ഹോം ഗോയിങ് സർവീസ്. പല ആൾക്കാരും ഹോം ഗോയിങ് സർവീസിലൂടെ ഹോമിലോട്ട് പോയി. പക്ഷെ എന്നെ ഹോമിൽ വിടാതെ ഈ പരദേശികൾ താർക്കുന്ന ഈ സ്ഥലത്ത് തന്നെ താമസിപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഈ മരുഭൂമിയിൽ തന്നെ എന്നെ അവശേഷിപ്പിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോകാത്ത നിന്റെ സ്നേഹം കേട്ടിട്ടുണ്ടോ? അത് കർത്താവ് ആയുസ് തന്നതിന് സ്തോത്രം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ പോയവർക്ക് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള രീതിയിലുള്ള സ്തോത്രം വേണ്ട. പോയവർക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. അവർ വിശ്വാസത്താലാ മരിച്ചെങ്കിൽ അവർ ഭാഗ്യവാന്മാരാ. ഈ ഭൂമിയിൽ ഒരു 5-6 വർഷം താമസിച്ചവർക്കൊന്നും നേടാനില്ലാത്തതുകൊണ്ടാണ് കർത്താവ് അവരെ കൊണ്ടുപോയത്. നമ്മളിന്ന് വർഷിപ്പ് ചെയ്യുമ്പോഴല്ലേ ഇതാ പറയുന്നുള്ളൂ. വീണ്ടെടുപ്പിന്റെ കാര്യം പറയുന്നില്ല. ആ പ്രത്യാശ നമ്മുടെ സഭകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുക. സഭയുടെ ഒന്നാമത്തെ കാര്യമാണ് പ്രത്യാശയിൽ ഒരു മനുഷ്യനെ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. സ്വർഗത്തിലോട്ട് നോക്കാൻ പഠിപ്പിക്കുക. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അപ്പാ എന്ന് വിളിച്ച അപ്പനെ നോക്കാൻ പഠിപ്പിക്കാനുള്ള ആദ്യ പാഠമാണ് നമ്മുടെ കേരളത്തിലെ സഭകൾ വിട്ടുപോയത്. അതെങ്ങനെ വിട്ടുപോയെന്നല്ല, മനഃപൂർവ്വം വിടിപ്പിച്ചതാ എന്ന് പറഞ്ഞാൽ ഇനി മേല ഇത് പറയണ്ട, അങ്ങനെ പോയതല്ല. ഈ ഉപദേഷ്ടാക്കന്മാര് വന്ന് അങ്ങനെ ആക്കിയതാ. എങ്ങനെ ആക്കുന്നറിയോ? അങ്ങനത്തെ ഷേപ്പ് ആവുന്ന എങ്ങനെയെന്നറിയോ? എന്നോടൊരു ഉപദേശി പ്രവചിച്ചതാണ് 2016. ഇങ്ങനെയായിരുന്നു പ്രവചനം. നിങ്ങൾക്കൊരു വലിയ ശുശ്രൂഷ വരുന്നുണ്ട്, എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത പോലത്തെ ശുശ്രൂഷ വരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. തന്നെയുമല്ല, കാളവണ്ടി ആയാലും എയ്റോപ്ലെയിൻ ആയാലും സ്തോത്രം ചെയ്യാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുള്ളൂ അല്ലേ? എയ്റോപ്ലെയിനിൽ പോകുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വക പ്രലോഭനങ്ങൾ എനിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഈ വക പ്രലോഭനങ്ങളുമായിട്ട് എങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്? ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് ഞാൻ ചോദിച്ചു. ഓരോ ശുശ്രൂഷകൾ കാണുമ്പോഴും നമ്മുടെ ഉള്ളില് കുറച്ച് നാളുകളിലൂടെ വസിക്കാം. എത്ര മനോഹരമായ ഭൂമി, എന്ത് നല്ലൊരു ലോകം, എന്ത് ഭയങ്കര മഹത്വം. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ നാളുകളായിട്ട്. നമ്മുടെ വാസസ്ഥലത്തെ കുറിച്ചുള്ള പ്രത്യാശയല്ല, ഈ ഭൂമിയെ കുറിച്ചുള്ള മോഹങ്ങളാണ് ശുശ്രൂഷകളുടെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? സഭയുടെ ഏറ്റവും ബേസിക് ക്യാരക്ടർ ക്രിസ്തുവിലേക്ക് നോക്കുന്ന, തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന
പ്രത്യാശയുള്ളവരുടെ വിഭാഗം എന്നുള്ളത് വിട്ടുപോയി. ഞാന് എന്നെ ഒരു 2 വർഷം മുമ്പ് ഗൾഫിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഒരു കഥ പറയാം, ഞങ്ങളുടെ സംഭവം ഞങ്ങളുടെ ചർച്ച നടന്നതാണ്. എന്താ, ഞങ്ങളുടെ ചർച്ചിലെ ക്യാൻസർ 4th സ്റ്റേജ് ആയി, പാലിയേറ്റീവ് കെയറിലുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ ഈ പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോകാൻ ഇവർ തീരുമാനിച്ചു. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളൊന്ന് പോയി കാണാം. പാസ്റ്റർ ഞങ്ങളും വരാം. അപ്പൊ ഇവർ ചോദിച്ചു, എങ്ങനെയുണ്ട് അവരുടെ വിശ്വാസമൊക്കെ, സ്ട്രോങ് ആണോ വിശ്വാസത്തില്? പാസ്റ്റർ പറഞ്ഞു, ഭയങ്കര സ്ട്രോങ് ആ, ധൈര്യമായിട്ട് പോകണം. ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിന് മനസ്സിലായി അവർ വിശ്വാസത്തിൽ സ്ട്രോങ് ആണ്, പക്ഷെ അവരുടെ വിശ്വാസം ഈ പാലിയേറ്റീവ് കെയറിൽ നിന്ന് കർത്താവ് ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഭൂമിയിൽ അവരുടെ കുടുംബത്തിൽ നിർത്തുമെന്നാണ്. ഓഫ് കോഴ്സ്, ഗുഡ് ഫെയ്ത്ത് അല്ലേ, നല്ല വിശ്വാസം. അപ്പൊ ഈ സഹോദരി അവരോട് പറഞ്ഞു, ശരിയാണ്, കർത്താവ് സൗഖ്യം തരട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ എന്തായാലും നമ്മൾ ഒരു ദിവസം കർത്താവിന്റെ അടുത്ത് പോകണമല്ലോ. അപ്പോ കർത്താവ് വിളിക്കുവാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോവുമല്ലോ, പിന്നെ അതിനകത്ത് സന്തോഷിക്കാമല്ലോ. ഞാനാണോ നിങ്ങളാണോ ആദ്യം മരിക്കുന്ന പോലും അറിയില്ലല്ലോ. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നവർക്ക് ഞാൻ മരിച്ചേക്കാം. എന്തായാലും നമ്മൾ കർത്താവിന്റെ അടുത്തോട്ടല്ലേ പോകുന്നത്, അതിനകത്ത് എന്തിനാ വിഷമിക്കുന്നേ എന്ന് ചോദിച്ചു. ഉടനെ ഈ പാസ്റ്റർ അവരോട് ചോദിച്ചെന്താണെന്നറിയാം, നിങ്ങൾ അവരുടെ ഉള്ള വിശ്വാസം അവിടെ കളയല്ലേ. എന്താണ് ഈ ഉള്ള വിശ്വാസം? അതായത് അസുഖമായിട്ട് കിടക്കുന്ന ഒരാളോട് സ്വർഗത്തിൽ പോകാൻ റെഡി ആയിക്കിടാൻ പറഞ്ഞാൽ അവൻ പേടിച്ചു പോകില്ലേ, പ്രത്യാശയില്ലാത്തവനാണെങ്കിൽ? അപ്പൊ സഭ ഇന്ന് പഠിപ്പിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന അതേ ഫെയ്ത്താ. യേശുക്രിസ്തു നമുക്കായിട്ട് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് നമുക്കൊരു ഭവനം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതും ആ ഭവനത്തെ നോക്കി വസിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പ്രത്യാശയുടെ ഏരിയയിൽ ഒത്തിരി കൂടുതൽ സമയം ചെലവഴിച്ചു പോയി. എങ്കിലും ഇത് വായിച്ച് അവസാനിപ്പിക്കാമല്ലോ. 18-ാം വാക്യം, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നതാണ്. മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിട വരുന്നു. 2 കാര്യങ്ങളാൽ ആരെല്ലാം കർത്താവിന്റെ അടുത്ത് ശരണത്തിനായി ഓടിച്ചെല്ലുന്നുണ്ടോ? എന്താ ശരണം? നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്നുള്ള ശരണം. എന്നെ രക്ഷിക്കണമേ, എന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ വീണ്ടെടുക്കണമേ എന്ന് കർത്താവിനെ അഭയം പ്രാപിക്കുന്നവർക്ക്, അവർക്കാണ്. അങ്ങനെ നിങ്ങൾ കർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ, കർത്താവെ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ നരകത്തിൽ നിന്ന് നീ എന്നെ വീണ്ടെടുക്കണമേ എന്ന് നിലവിളിച്ചിട്ടുണ്ടോ? നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം സ്വീകരിക്കാനുള്ള വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ആരെല്ലാം കരഞ്ഞ് നിലവിളിച്ച് കർത്താവിനെ എടുത്തിട്ടുണ്ട്, അവരാരും നിരാശപ്പെട്ടിട്ടില്ല. അവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ആണയോട് കൂടിയുള്ള 2 കാര്യങ്ങളാലുള്ള ശക്തമായ പ്രബോധനം. ഈ 2 കാര്യങ്ങൾ എന്താണ്? അടുത്ത വാക്യം നോക്കിയോ. പ്രത്യാശ പിടിച്ചോളാനല്ലേ നമ്മൾ ഓടിച്ചെന്നത്? 19-ാം വാക്യം നോക്കി. ആ പ്രത്യാശ, ഏത് പ്രത്യാശ? ഈ 2 കാര്യങ്ങളാൽ ഉറപ്പിക്കപ്പെട്ട പ്രത്യാശ. ദൈവത്തിന് മാറ്റം വരുത്താൻ പറ്റാത്തതും ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ, മാറ്റം വരാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ആത്മാവുണ്ടോ എന്ന് എങ്ങനെ അറിയാം? പ്രത്യാശയിൽ അറിയാം. ആത്മാവ് എങ്ങോട്ടാ നങ്കൂരം ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നത്? പ്രത്യാശയിലേക്കാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാവുണ്ട്. ഭൂമിയിലെ നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഞരങ്ങുന്നതെങ്കിൽ ആത്മാവില്ല, നിങ്ങൾ ഇപ്പോഴും പഴയ ജഡത്തിലാണ് പ്രശംസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്ന പ്രത്യാശയാണ് ആത്മാവിന് നങ്കൂരമായിരിക്കുന്നത്? 2 കാര്യങ്ങളാൽ ദൈവം ആണയിട്ട് തരുന്ന, ബോഷ്ക്ക് വരാത്ത ആ 2 കാര്യങ്ങളാൽ വരുന്ന പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. ഈ നങ്കൂരം എവിടെ ഇട്ടിരിക്കുന്നത്? അടുത്ത വാക്യം, അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കിടക്കുന്നതുമാണ്. തിരശീല എന്ന് പറയുന്നത് സമയം, ടൈമിനപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. നിത്യമായ കാര്യങ്ങൾ കാണാൻ കഴിയും. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇപ്പൊ തിരശീല എവിടെ ഇട്ടിരിക്കുന്നത്? കാണാത്തത് മറച്ചു വെച്ചിരിക്കുന്ന തിരശീല, അതാണ് സമയം. സമയത്തിനപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. എറ്റേണൽ കാര്യങ്ങൾ. തിരശീലയ്ക്കപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു നങ്കൂരം എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് പോകുന്ന ഒരു നങ്കൂരം, ഒരു ആങ്കർ. ആ ആങ്കറിലാണ് നമ്മുടെ ആത്മാവിനെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്. ആ ആങ്കർ എന്ന് പറഞ്ഞാൽ
ആ നങ്കൂരം, ആ നങ്കൂരത്തിന്റെ പേരാണ് പ്രത്യാശ. അപ്പൊ എന്റെ ആത്മാവ് പ്രത്യാശയോടെ നോക്കുന്നത് എങ്ങോട്ടാ? നിത്യതയിലേക്കാണ് നോക്കുന്നത്. മനസ്സിലായോ പ്രയോഗം എന്താന്ന്? അപ്പൊ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആ നങ്കൂരം ഇട്ടിരിക്കുന്നത് എവിടെ ആയിരിക്കും? പ്രത്യാശയിലായിരിക്കും. അല്ല സോറി, ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ആ പ്രത്യാശ എന്ന നങ്കൂരം നിത്യതയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇടാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാണകളാലാണ്. അടുത്ത വാക്യം, എന്തുകൊണ്ടായി തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്താ ഉള്ളത്? അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കായിരിക്കും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പറയാതെ ഫാസ്റ്റ് മുമ്പോട്ട് പോയല്ലോ എന്ന്. ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എവിടെ ഉള്ളതെന്നറിയോ? തിരശ്ശീലയ്ക്ക് അപ്പുറത്താ. അത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എങ്ങനെ എനിക്കൊരു നങ്കൂരം ഉണ്ടായത്? അവിടെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് മുമ്പായി നമുക്ക് വേണ്ടി അവിടെ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ ആ മഹാപുരോഹിതനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ ആണയാൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഈ എബ്രായ ലേഖനം ഇത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യം തൊട്ട് വായിക്കണം. ഈ ഭാഗം മനസ്സിലാകണമെങ്കിൽ മഹാപുരോഹിത ശുശ്രൂഷ, ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതൻ. 4:13 മഹാപുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഹാപുരോഹിതൻ യാഗമർപ്പിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് പകരമായി അർപ്പിച്ച യാഗം, കാൽവരി ക്രൂശിൽ നമുക്ക് പകരമായി അർപ്പിച്ച യാഗം, യാഗത്തിന് ശേഷം പിതാവ് അവന് നൽകിയ പുനരുത്ഥാനം. ഇത് ദൈവത്തിന് ഭോഷ്ക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്, മാറിപ്പോകാത്തതാണ്. കാരണം അവന്റെ രക്തം ഗുണകരമായി ഇന്നും നമ്മോട് സംസാരിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. അത് ഇന്നും ആണയോടുകൂടി സംസാരിക്കുന്നു. ശരണത്തിനായി ആരെല്ലാം ഓടിച്ചെല്ലുന്നോ അവരോടെല്ലാം ആണയോടുകൂടി ദൈവത്തിന്റെ വചനം സംസാരിക്കപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്കുള്ള പാപമോചനം, അതാണ് ഒന്നാമത്തെ കാര്യം. വി ഹാവ് എ ഹൈ പ്രീസ്റ്റ്. നമ്മൾ അത് ഈ 4:13 തൊട്ട് വായിക്കണം ഞാൻ പറയാൻ കാരണം 4:13 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നുമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ആകാശത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വീകാരത്തെ, പ്രത്യാശയുടെ സ്വീകാരത്തെ മുറുകെ പിടിക്കുന്നതിന്റെ കാരണം ദൈവത്തിനെല്ലാം അറിയാൻ, അകം പുറം അറിയാം. അപ്പൊ ഒരു കോടതിയിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ജഡ്ജിക്ക് എന്റെ അകം പുറം അറിയാമെങ്കിൽ വക്കീൽ എന്ത് വാദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരാൾക്ക് വേണ്ടി വക്കീലായിട്ട് പോകുന്ന വെച്ചോ, കോടതി ദൈവത്തിന്റെ അടുത്ത് പോകുന്ന വെച്ചോ, കർത്താവെ ആ ബ്രദർ പൗലോസിനെ, അല്ലെങ്കിൽ പാസ്റ്റർ പേര് പൗലോസ് എന്നല്ലേ, അപ്പൊ വേറൊരു പേര് പറയാം, കർത്താവെ ആ ബ്രദർ മത്തായിയെ രക്ഷിക്കണേ. അപ്പൊ കർത്താവ് വയ്ക്കും, നിനക്ക് അവനെ കുറിച്ച് എന്നാ അറിയാടാ? നല്ലൊരു പാവമായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. കർത്താവ് പറയാം, അവൻ ആള് ശരിയല്ല. നിനക്കറിയാം അവന്റെ അകം? ഞാൻ പറയാം അറിയത്തില്ല. എന്നാ എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറയാമെന്ന് നീ ഉണ്ടല്ലോ, നീ ഒട്ടും ശരിയല്ല. നടക്കുമോ റെക്കമെൻഡേഷൻ? നടക്കില്ല. കാരണം നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്നേക്കാൾ കൂടുതൽ അവനെ ആർക്കറിയാം? ദൈവത്തിനറിയാം. എന്ത് ചെയ്യും? എനിക്ക് തന്നെ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം ഞാനും പോക്കാം. അപ്പൊ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആര് വേണമായിരുന്നു? എന്നെ അകം പുറം അറിയാവുന്ന ഒരു മഹാപുരോഹിതൻ വേണമായിരുന്നു. അത് മാത്രമല്ല, ഈ മഹാപുരോഹിതൻ എന്നോട് സിമ്പതി ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തന്നെ ഒരു മഹാപുരോഹിതൻ ഇറങ്ങി വന്ന് എനിക്ക് പകരം ജീവിച്ച് എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് അവൻ അത് എനിക്ക് പകരക്കാരനായി ഒരു മഹാപുരോഹിതനായി സ്വർഗത്തിലേക്ക് പോയി. അവൻ എനിക്ക് പകരം യാഗമായി തീർന്നു. എനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിച്ചു. പിതാവിന് മുമ്പിൽ എന്നെ കടത്തിവിട്ടു. അതാണ് ഒന്നാമത്തെ ആണ്, മൈ അഷുറൻസ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 22 തൊട്ട് വായിച്ചാൽ ആണയെ കുറിച്ചും കൂടെ മനസ്സിലാവുള്ളൂ. എബ്രായ ലേഖനം 7-ന്റെ 6 കഴിഞ്ഞ അടുത്ത അധ്യായം. അത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് എബ്രായ ലേഖനത്തെ കുറിച്ചുള്ള കമന്ററി, ഓഡിയോ കമന്ററി യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം. വേഴ്സ് ബൈ വേഴ്സ് കമന്ററി ഉണ്ട്, റോമാലേഖനത്തിന്റെ ഉണ്ട്. റോമാലേഖനത്തിന്റെ കമന്ററി ഗൾഫിലുള്ള ഒരു IPC ചർച്ച തന്നെ പ്രസംഗിച്ചാണ്. അതിന്റെ വേഴ്സ് ബൈ വേഴ്സ് എല്ലാ വേഴ്സും എല്ലാ വാക്യങ്ങളും വ്യാഖ്യാനിച്ചത് യൂട്യൂബിലുണ്ട്. 22 മുതൽ വായിക്കാം. ആണ കൂടാതെ അല്ല എന്നതിന്, അതായത് യേശു പുരോഹിതനായി തീർന്നത് ആണ കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. 23 മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായവർ അനേകരാകുന്നു.
ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? അവൻ യാഗം അർപ്പിച്ചിട്ട് നമ്മളെ വെറുതെ വിടുവല്ല ചെയ്യുന്നത്. അവൻ അവന്റെ പിതാവിന്റെ അടുത്ത് എന്നിട്ട് ചെയ്സിനെ രക്ഷിക്കണം കേട്ടോ, അവനെ കൈവിടലോട്ടോ, അവനെ ഞാൻ എടുത്തേക്കുവാണ്, അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഈ മധ്യസ്ഥത ഇങ്ങനെ കർത്താവ് തുടരുക ലജ്ജ കൂടാതെ. ഞാൻ അവനെ ലജ്ജിപ്പിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് എന്നെ വിടുന്നില്ല. അപ്പൊ പിതാവ് പറയാം അവന് 2 പൊട്ടിന് കൊടുക്കാം. ഡിസിപ്ലിൻ ആക്കാതെ എന്ത് ചെയ്യും? ഈ പുത്രൻ എന്നെ വിടുന്നില്ല, അതവന്റെ ബലഹീനത. എന്നോടുള്ള അവന്റെ സ്നേഹം എന്ന് പറയുന്നത്, അവന്റെ മഹാപൗരോഹിത്യത്തിനകത്ത് ഞാനുണ്ട്, അവൻ എനിക്ക് വേണ്ടി ഇപ്പോഴും പിതാവിന്റെ അടുത്ത് മധ്യസ്ഥ അണയ്ക്കുന്നു. യേശുക്രിസ്തു എന്ന പരിഹാരം നമുക്ക്, അഡ്വക്കേറ്റ് നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടെന്നുള്ളത് വാഗ്ദത്തമല്ലേ? ആണയല്ലേ? ഉറപ്പിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് ഈ ലോകം അന്യമായി തോന്നും. ബിക്കോസ് വി ഹാവ് അവർ ലോർഡ് ഹു ലവ്സ് us so deeply. നമ്മളെ അത്ര ആഴമായിട്ട് സ്നേഹിച്ച് നമുക്ക് പകരം പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്ന, ഇത് വേദപുസ്തകം ഞാൻ അതുപോലെ വായിച്ചുള്ളൂ. ഐ റെഡ് ദ ബൈബിൾ ഫോർ യു, ഡിഡ് നോട്ട് സ്പീക്ക് എനിത്തിങ് ഫ്രം ഔട്ട്സൈഡ്. വെളിയിൽ നിന്നൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് വായിച്ചേ ഉള്ളൂ. അതിനകത്ത് ഒരു നിങ്ങൾ വായിച്ചു നോക്കി ഒന്നും കൂടെ, അത് അവിടെ വേറൊന്നും പറയുന്നില്ല. അപ്പൊ വിശ്വാസത്തിലേക്ക് വരുമ്പോ കർത്താവ് പറയാം, മോനെ നീ എന്റെ അടുത്ത് വന്നവനാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് നീ വിശ്വസിക്കേ. യു ഹാവ് യുവർ ട്രസ്റ്റ് ഇൻ മീ. പ്രത്യാശയ്ക്ക് വേണ്ടി ഓടി അവന്റെ സന്നിധിയിലേക്ക് ചെല്ല്. അപ്പൊ നമ്മളൊരു വാഗ്ദത്തം പ്രാപിക്കും, പ്രത്യാശയുടെ വാഗ്ദത്തം. ഇതാണ് വിളിച്ച വിളിയാലുള്ള ആശ. ഇന്ന് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എവിടെയെങ്കിലും നിന്ന് കൈപൊക്കിയൊക്കെ ആളുകൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സഭയിലോട്ട് പോരുന്നതല്ലാതെ ഈ ഒരു നിലവിളി, ഈ ഞരക്കം ഉണ്ടാകുമാറ് വചനം പ്രസംഗിക്കപ്പെടുന്നില്ല. ഒരാളെ രക്ഷയ്ക്കായി നിലവിളിക്കുമാറ്, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന ചുങ്കക്കാരന് തോന്നിയ പോലെ തന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കാവുന്നതുപോലെ ഒരു കരച്ചില്, പാപിയാ എന്നോട് കരുണ ഉണ്ടാകണമേ, എന്നെ രക്ഷിക്കണമേ എന്നൊരു കരച്ചിൽ ഉണ്ടാകുന്ന രീതിയിലാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. നമ്മുടെ ഒന്നുമില്ലായ്മ എന്താണെന്ന് വെളിപ്പെടുത്തി. ക്രിസ്തു ഇല്ലാതെ ഇരുന്നാൽ നമ്മൾ വെറും ശ്വാസമാണ്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കൽപ്പനകൾ അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഭയിലെ ഓരോ അംഗങ്ങളിലും ഈ പ്രത്യാശ ഉണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിന്റെ രക്ഷാകരമായ വാഗ്ദത്തത്തിൽ? അതോ പ്രവാചകൻ വന്നപ്പോ അടുത്തതിന്റെ പിന്നത്തെ വർഷം നിങ്ങൾക്ക് വിടുതൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആ വാഗ്ദത്തം ഏറ്റെടുത്ത് പുസ്തകത്തിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ കർത്താവ് ആണയോടുകൂടി പറഞ്ഞ പുതിയ നിയമ വാഗ്ദത്തമായ നിത്യരാജ്യത്തെ കുറിച്ചുള്ള വാഗ്ദത്തം ഏറ്റെടുത്ത് പ്രത്യാശയുള്ളവരായി മാറി പ്രത്യാശാഗാനങ്ങൾ പാടി കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുകയാണോ? ഈ 2 വഴികൾ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യാശയുള്ളവരിൽ എന്തിനു വേണ്ടി കാത്തിരിക്കും? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. വരാൻ തിടുക്കമായിരിക്കും. പ്രത്യാശ ഇല്ലെങ്കിലും കർത്താവ് വരും എന്ന് പറയുമ്പോൾ പേടിയാവും, കാത്തിരിക്കാൻ പറ്റില്ല. കർത്താവ് പറയാം, മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസം വല്ലതും കാണുമോ? IPC സഭയിൽ കാണുമോ വിശ്വാസം? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം വാളകം സെന്ററിൽ കാണുമോ? നമ്മുടെ ലോക്കൽ സഭയെ കാണുമോ? ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശയാൽ ഉറപ്പിക്കപ്പെടുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. വി ആർ ഓൾ കോൾഡ് ഇൻ ടു വൺ സിംഗിൾ ഹോപ്പ്. ഒറ്റ പ്രത്യാശയാൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കും. ഞാൻ ഈ പ്രത്യാശയുടെ കാര്യത്തിൽ ഇത്രയും ടൈം ചെലവാക്കാൻ കാരണം ഈ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്ര സമയം ഉണ്ടാകുകയില്ല. സഭയുടെ ഈ ഒരു മാർക്ക്, ദിസ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് us ഫ്രം എവറിത്തിങ് എൽസ്. എനിക്ക് എന്റെ ടൈം തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വി വിൽ സീ ദ റിമൈനിങ് പാർട്ട് ടുമോറോ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ശരണത്തിനായി അങ്ങയുടെ മുമ്പിലേക്ക് ഓടി വരുന്നു. കർത്താവെ, ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ തകർന്നവരും ഒരു നീതിയും ഇല്ലാത്തവരും, വേണമെങ്കിൽ ഇപ്പോഴും കർത്താവെ ഞങ്ങളെ അങ്ങേക്ക് നരകത്തിൽ ഇടാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ സ്വഭാവം നോക്കിയാൽ. പക്ഷെ കർത്താവ്, എന്നാൽ അങ്ങയുടെ വാഗ്ദത്വം, അങ്ങേ ശരണം പ്രാപിക്കുന്നവർ അവിടുന്ന് 2 കാര്യങ്ങളാൽ സ്ഥാപിച്ച് തന്ന ആ വാഗ്ദത്വത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു.
ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേക്ക് കരുണയുണ്ടായതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വിളിച്ചപ്പോൾ സ്വർഗത്തിലെ ആശ എന്ന നങ്കൂരത്താൽ ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവിനെ ഉറപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വചനം കേട്ടവർ, സംസാരിച്ചവർ എല്ലാം ദൈവമേ പ്രത്യാശയോടെ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, ആ സഭയുടെ ആ അടയാളം ഞങ്ങളിൽ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.